മഹത്വം. വീണ്ടും നമുക്കിങ്ങനെ ഈ പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ച് കൂടുവാൻ ദൈവം അനുവദിച്ചല്ലോ. ഒരു ദിവസം കൂടെ ഈ മാസത്തിന്റെ അവസാനത്തെ തിങ്കളാഴ്ചയിലേക്ക് നമ്മളെ കൊണ്ടുവന്ന ദൈവത്തിനെല്ലാം മഹത്വം അർപ്പിക്കുകയാണ്. ഇന്നിൽ കോട്ടയം അസംബ്ലിയുടെ ഈ ബൈബിൾ ക്ലാസ്സിൽ ഒരു പ്രാവശ്യം കൂടെ അടിയനും ആയിരിക്കാനും അതിനകത്ത് ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാനും ദൈവം അനുവദിച്ച വലിയേറിയ അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും സഭയോടും പ്രിയപ്പെട്ട ദേവദാസന്മാരോടുള്ള കൃതജ്ഞതയും സ്നേഹവും കർത്തൃനാമത്തിൽ പ്രകാശിപ്പിക്കുകയും ചെയ്യുകയാണ്. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് നമുക്ക് ക്രിസ്തുവിന് ലഭിച്ച പൂർണ്ണതയെക്കുറിച്ചും ആ പൂർണ്ണതയിലേക്ക് വരുവാൻ തക്കോണം കർത്താവ് നമുക്ക് വേണ്ടി എന്തൊക്കെയാണ് ചെയ്തത് എന്നുള്ളതിനെ കുറിച്ചും മാത്രമല്ല അപ്പോസ്തലന്മാർ അല്ലെങ്കിൽ നമ്മളെ നടത്തിയ ആളുകൾ നമ്മളോട് ദൈവം പറഞ്ഞ് ഈ ദൈവസഭയെ നടത്തിയ ആളുകളുടെ ഉത്തരവാദിത്വം എന്താണ്, നടത്തുന്നവരുടെ ഉത്തരവാദിത്വം എന്താണ്, ആ കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുവാൻ ഇടയായി. അതുപോലെ നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്, ഓരോ വിശ്വാസിയും അതിനുവേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ ചിന്തിക്കുവാൻ ഇടയായി തീർന്നു. അതിന്റെ പൗലോസിന്റെ പ്രാർത്ഥനയിൽ നിന്ന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, കർത്താവിന് യോഗ്യമായിട്ട് നാം നടക്കണം, ആത്മീയമായ ജ്ഞാനത്തിലും വേഗത്തിലും അവിടുത്തെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണം, സൽപ്രവൃത്തിയിലും നമ്മൾ നിറഞ്ഞു വരണം, ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ നമ്മൾ നിറഞ്ഞു വരണം. അതുപോലെ സകല സഹിഷ്ണുതയ്ക്കും ദീർഘക്ഷമയ്ക്കുമായിട്ട് നാം കർത്താവിന്റെ മഹത്വത്തിന്റെ വല്ലഭത്വ പൂർണ്ണ ശക്തിയോടെ ബലപ്പെടണം. അതെങ്ങനെയായിരിക്കണം എന്ന് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. സന്തോഷത്തോടെ സഹിഷ്ണുതയും ദീർഘക്ഷമയുള്ളവരാകുക. അതുപോലെ തന്നെ നമ്മൾ സ്തോത്രം ചെയ്യുന്നവരാകണം. ഇങ്ങനെ ഇതിനൊക്കെ ദൈവത്തിന്റെ അളവറ്റ ശക്തിയുടെ വലിപ്പത്താൽ നമ്മൾ ബലപ്പെടണം എന്നുള്ളത് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. മാത്രമല്ല നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനം, അതിന് ദൈവം നൽകിയ യോഗ്യത, ഇതിനെക്കുറിച്ച് നാം ചിന്തിക്കുകയുണ്ടായി. നമ്മൾ അവസാനം ചിന്തിച്ചത് ഈ നമ്മളെ പൂർണ്ണതയിലേക്ക് കൊണ്ടുവന്ന കർത്താവിന്റെ പൂർണ്ണതയെക്കുറിച്ചാണ്. അവിടുത്തെ പൂർണ്ണതയുടെ മഹത്വം നാം മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ആ പൂർണ്ണതയിലേക്ക് വളരുവാൻ ഉള്ള ഉത്തരവാദിത്വം എത്ര വലുതാണ് എന്ന് നാം മനസ്സിലാക്കുന്നത്. നാം ചിന്തിക്കുകയുണ്ടായി യേശുക്രിസ്തു രക്ഷിതാവ് എന്ന നിലയ്ക്ക് അവിടുന്ന് പൂർണ്ണനാണ് എന്ന് ചിന്തിക്കുവാനിടയായി. നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് നമ്മുടെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ആക്കി വെച്ചിരിക്കുകയാണ്. പിതാവിന് നാം സന്തോഷത്തോടെ സ്തോത്രം ചെയ്യണം എന്ന് മാത്രമല്ല അവനിൽ നമുക്ക് വീണ്ടെടുപ്പുണ്ട് എന്ന് നമുക്ക് വീണ്ടെടുപ്പുകാരൻ എന്ന നിലയ്ക്ക്, രക്ഷിതാവ് എന്ന നിലയ്ക്ക് അവിടുത്തെ ഇത്ര പൂർണ്ണനാണ് എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു. നമുക്ക് അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പ് നമുക്ക് ലഭിക്കാൻ ഇടയായി. അതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ച് അവസാനിപ്പിച്ചത്. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് അതിന്റെ ബാക്കി കാര്യങ്ങളാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് 15-ാം വാക്യത്തിലാണ് ആദ്യമായിട്ട് ചിന്തിക്കുന്നത്. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവ്വ സൃഷ്ടിക്കും ആദ്യാദിനമാകുന്നു. നമ്മുടെ കർത്താവ് ആരാണ് എന്ന് നാം എത്ര പഠിച്ചാലും അതൊരു കുറവല്ല. എത്രയും കൂടുതൽ കർത്താവിനെ അറിയണം എന്ന് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. കർത്താവ് ആരാണ് എന്നുള്ളത് ഇവിടെ പൗലോസ് പറയാണ്. ദൈവത്തോടുള്ള ബന്ധത്തിൽ കർത്താവിന്റെ പൂർണ്ണതയെക്കുറിച്ചാണ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അവിടുന്ന് അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയാണ്. ദൈവം അദൃശ്യനാണ്, ആർക്കും കാണാൻ കഴിയുന്നതല്ല. ആ ദൈവത്തെ കണ്ടിട്ട് ആർക്കും ഉറച്ചു നിൽക്കുവാനായിട്ട് കഴിയത്തില്ല. കാരണം ദൈവം അദൃശ്യനാണ്. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല എന്ന് വായിക്കുന്നുണ്ട്. അപ്പോൾ ദൈവത്തെ കാണാത്ത ദൈവത്തെ നമുക്ക് വെളിപ്പെടുത്തി തരിക, ആ കർത്താവിനെ നമുക്ക് കാണിച്ചു തരുന്നത് കർത്താവാണ്. ദൈവപ്രതിമയായ ക്രിസ്തു എന്ന് നമ്മൾ കണ്ടുകൊടുത്ത നാളിന്റെ അതിൽ വായിക്കുന്നുണ്ട്. ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സിന്റെ സുവിശേഷം ഹൃദയങ്ങളെ പ്രകാശിക്കാതിരിപ്പാൻ തക്കണം ഈ ലോകത്തിൽ ദൈവം അവിശ്വാസികളുടെ ഹൃദയത്തെ കുരുടാക്കി എന്ന് പൗലോസ് പറയുന്നു. അപ്പൊ ദൈവത്തിന്റെ പ്രതിമയായ ക്രിസ്തു, ആ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നതാണ് സുവിശേഷം. ദൈവത്തിന്റെ പ്രതിമ. ഇവിടെ പ്രതിമ എന്ന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഈക്കോൺ, ഈക്കോൺ എന്ന വാക്കാണ് ഈ ഉപയോഗിച്ചിരിക്കുന്നത്. അതിന്റെ യഥാർത്ഥമായ അർത്ഥം എക്സാക്ട് റെപ്രസെന്റേഷൻ ആൻഡ് റെവലേഷൻ, യഥാർത്ഥ പ്രതിനിധീകരണം, വെളിപ്പാട്. മത്തായി 22:20 നമ്മൾ വരുമ്പോൾ അവിടെ ഈ കർത്താവിനെ പരീക്ഷിക്കാൻ വേണ്ടി പരീക്ഷന്മാർ ആളുകളെ വിട്ടു. അവിടെ നാണയം കാണിച്ചതിന് ശേഷം അവിടെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്.
യഹൂദന്മാർ ഈ റോമാക്കാർക്ക് കരം കൊടുക്കുന്ന വീതമാണോ എന്ന് ചോദിച്ചപ്പോൾ കർത്താവ് ചോദിക്കുന്നുണ്ട്, നാണയം കാലം ഇതിന്റെ സ്വരൂപവും മേലെടുത്തു, ഇമേജ് ആൻഡ് അവിടെയുള്ള ആരുടേതാന്ന് ചോദിച്ചു. അപ്പോൾ അത് കൈസറുടേതാണ്. അപ്പൊ ഭർത്താവ് പറഞ്ഞ് നമുക്കറിയാം കൈസർക്കുള്ളത് കൈസർക്ക്. അപ്പൊ ഇമേജ് എന്ന വാക്ക് അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്, മത്തായി 22:20. അതുപോലെ വെളിപ്പാട് 13:14 വരുമ്പോൾ അവിടെയും ഈ പ്രയോഗം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെ അന്തിക്രിസ്തുവിന്റെ ആ ഇമേജ് ഉള്ള കാര്യത്തെക്കുറിച്ച് അവിടെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ പ്രതിമ എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത്? ഒന്നാമത്തെ കാര്യം കർത്താവിനെ വെളിപ്പെടുത്തുക. നമ്മൾ അങ്ങനെയാണ് യോഹന്നാൻ 1:18 നമ്മൾ വായിക്കും. നമുക്കറിയാവുന്ന വാക്യം ആയതുകൊണ്ട് ഞാൻ വായിക്കുന്നില്ല. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, തന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അതുപോലെ ഫിലിപ്പോസ് കർത്താവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. യോഹന്നാൻ 14:9 വരുമ്പോൾ പിതാവെ, കർത്താവിനോട് പറയുന്നുണ്ട്, ഗുരു ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ചു തരണം. അപ്പൊ കർത്താവ് പറഞ്ഞു, എന്നെ കണ്ടിരിക്കുന്നവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കർത്താവ് പിതാവിനെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഞാൻ ഇത്രയും നാളും നിങ്ങളോട് കൂടി ഇരുന്നിട്ടും ഫിലിപ്പോസ്, നീ എന്നെ കണ്ടിട്ടില്ലയോ? പിതാവിനെ കണ്ടിട്ടു. ഞാൻ എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. എക്സാക്ട് റെപ്രസെന്റേഷൻ ആൻഡ് റെവലേഷൻ ഓഫ് ഗോഡ്. ദൈവത്തിന്റെ യഥാർത്ഥമായ വെളിപ്പാടും പ്രതിനിധിയുമാണ് കർത്താവ് എന്നാണ് അതിന്റെ അർത്ഥം. ഈ ഈക്കോൺ എന്ന വാക്കിൽ നിന്നാണ് ഐക്കോൺ എന്ന് പറയുന്ന ഇംഗ്ലീഷ് വാക്ക് ഐക്കോൺ. നമുക്കറിയാം ഐക്കൺ എന്ന് പറയുന്നത് ചില രൂപങ്ങളെയാണ് ദേവാലയങ്ങളിലൊക്കെ കാണുന്ന ചില ഐക്കൺസ്, പ്രതീകങ്ങൾ ഈ വാക്കിൽ നിന്നാണ് വന്നത്. ചില രൂപങ്ങളൊക്കെ ഈ പട്ടസഭകളുടെ ദേവാലയങ്ങളിലൊക്കെ നമുക്ക് കാണാം, ഐക്കൺസ് എന്നാണ്. ഈ വാക്കിൽ നിന്നാണ് ഐക്കൺ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ദൈവത്തെ യഥാർത്ഥമായിട്ട് നമുക്ക് വെളിപ്പെടും. ദൈവത്തിന്റെ വചനത്തിലൂടെ, കർത്താവിന്റെ ഉപദേശത്തിലൂടെ നമുക്ക്, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനത്തിലൂടെ കർത്താവിനെ വെളിപ്പെടുത്തി തന്നിരിക്കുകയാണെന്ന് കർത്താവ് പറയുന്നുണ്ട്. അപ്പോൾ കർത്താവ് തന്റെ വചനത്തിലൂടെ, ഉപദേശത്തിലൂടെ കർത്താവ് പിതാവിനെ നമുക്ക് വെളിപ്പെടുത്തി തന്നു. രണ്ടാമത്തെ കാര്യം പ്രവൃത്തിയിലൂടെ. എന്റെ പിതാവ്, നമ്മൾ യോഹന്നാൻ 5 വരുമ്പോൾ അവർ പറയുന്നുണ്ടല്ലോ, എന്റെ പിതാവ് പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു. അപ്പൊ പ്രവൃത്തിയിലൂടെ പിതാവിനെ വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ്. ഒന്നാമത് ഉപദേശത്തിലൂടെ പിതാവിനെ വെളിപ്പെടുത്തി. 2 പ്രവൃത്തിയിലൂടെ കർത്താവ് പിതാവിനെ വെളിപ്പെടുത്തി. 3 തന്റെ സ്വഭാവത്തിലൂടെ പിതാവിനെ വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ്. എന്തൊക്കെയാണ് പിതാവിന്റെ സ്വഭാവം? ദൈവത്തിന്റെ ഗുണങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്ന നമുക്കറിയാം, ഇതൊരു പ്രതിമ എന്ന് പറയുമ്പോൾ ഒരു ബാഹ്യരൂപമല്ല. കാരണം ദൈവത്തിന്റെ ബാഹ്യരൂപമല്ല, ദൈവാത്മാവാണ്. ദൈവത്തിന്റെ സ്വഭാവ ഗുണങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി, ആന്തരിക ഗുണങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തന്നു എന്നാണ് അർത്ഥം. നമുക്കറിയാം ദൈവത്തിന്റെ സ്വഭാവവിശേഷങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ 2 നിലയുള്ള സ്വഭാവങ്ങളുണ്ട്. ഒന്ന്, ഇൻകമ്മ്യൂണിക്കബിൾ ആട്രിബ്യൂട്ട്സ്, ദൈവത്തിന് നമുക്ക് പകരാൻ പറ്റാത്ത സ്വഭാവങ്ങൾ. 2, കമ്മ്യൂണിക്കബിൾ ആട്രിബ്യൂട്ട്സ്, ദൈവത്തിന് നമുക്ക് പകരാൻ കഴിയുന്ന സ്വഭാവങ്ങൾ. എന്തൊക്കെയാണ് പകരാൻ കഴിയുന്ന സ്വഭാവം? ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തിന്റെ ക്ഷമ, ദൈവത്തിന്റെ വിശുദ്ധി, ദൈവത്തിന്റെ കരുണ, ഇതൊക്കെയും ദൈവത്തിന് നമുക്ക് പകരുവാനായിട്ട് കഴിയുന്നതാണ്. കർത്താവ് പറയുന്നുണ്ട്, ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കും. ഞാൻ കരുണയുള്ളവനാകുന്നതുകൊണ്ട് നിങ്ങളുടെ പിതാവ് സൽഗുണപൂർണ്ണനായിരിക്കും, നിങ്ങളും ആ നിലയിൽ സൽഗുണപൂർണ്ണരാകണം. നമുക്കറിയാം, ദൈവം നമ്മളോട് കരുണ തോന്നിയ പോലെ നമ്മൾ മറ്റുള്ളവരോട് കരുണ തോന്നണം. ദൈവത്തിന് ക്രിസ്തുവിൽ നമ്മളോട് ക്ഷമിച്ചതുപോലെ നമ്മൾ അന്യോന്യം ക്ഷമിക്കണം. ഇങ്ങനെ ക്രിസ്തുവിന്റെ സ്വഭാവവിശേഷങ്ങൾ നമുക്ക് പകരപ്പെടുന്നു. ഇതെവിടെയാണ് നാം കാണുന്നത്? കർത്താവിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ദൈവത്തിന്റെ ദൈവത്തിന്റെ ആ സ്നേഹം, ദൈവത്തിന്റെ കരുണ, ക്രിസ്തുവിൽ നമ്മളോട് ക്ഷമിക്കുന്ന ക്ഷമ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ദൈവം നമുക്ക് കർത്താവിലൂടെ വെളിപ്പെടുത്തി തന്നിരിക്കുക. ഇതാണ് കർത്താവിന്റെ കമ്മ്യൂണിക്കബിൾ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. നമുക്ക് വെളിപ്പെടുത്തി നമുക്ക് പകരം കഴിയുന്ന ആ സ്വഭാവവിശേഷങ്ങൾ, അത് കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ്. രണ്ടാമതായിട്ട് ഇൻകമ്മ്യൂണിക്കബിൾ ആട്രിബ്യൂട്ട്സ് ഉണ്ട്. നമുക്ക് വെളിപ്പെടുത്തി നമുക്ക് പകരാൻ കഴിയാത്ത കാര്യം, അത് നമുക്കറിയാവുന്ന പോലെ ദൈവം സർവശക്തനാണ്. ഗോഡ് ഈസ് ഓൾ മൈറ്റി, ദൈവം സർവശക്തനാണ്, അത് നമുക്ക് പകരാൻ പറ്റത്തില്ല. ഗോഡ് ഈസ് ഓൾ നോയിങ് ഗോഡ്, ഒംനീഷ്യന്റ് ഗോഡ്, ദൈവം എല്ലാം അറിയുന്ന ദൈവമാണ്, സർവജ്ഞാനിയാണ്, ആ സർവജ്ഞാനം പകരാൻ പറ്റത്തില്ല. അതുപോലെ ഹി ഈസ് ഓൾ പ്രസന്റ്, എവിടെയും പ്രസന്റ് ആണ്. ഇത് കർത്താവിൽ നമുക്ക് കാണാം. കർത്താവിന് എല്ലാം അറിയാം,
അല്ലെ? സർവശക്തനായിരുന്നു. അതുകൊണ്ടാണല്ലോ മരിച്ചവരെ അവിടുന്ന് ഉയർപ്പിച്ചത്. സർവജ്ഞാനിയായിരുന്നു. അതുകൊണ്ടാണല്ലോ യഹൂദന്മാരുടെ ഹൃദയത്തിലുള്ളത് കർത്താവിന് അറിയാമായിരുന്നത്. അതുപോലെ ആ നഥാനിയേൽ അവിടെ ഇരുന്നപ്പോൾ കർത്താവ് കണ്ടു. കർത്താവ് സർവജ്ഞാനിയാണ്. അവിടുന്ന് എല്ലാം അറിയുന്നു. എവിടെ ഇരിക്കുന്നു, ഭൂതവും ഭാവി വർത്തമാനം എല്ലാം കർത്താവ് അറിയുന്നു. മാത്രമല്ല സർവ്വവ്യാപിയാണ്. കർത്താവ് പിതാവിന്റെ മടിയിരിക്കുമ്പോൾ തന്നെയാണ് തന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ, മടിയിലിരുന്ന ഏകജാതനായ പുത്രനല്ല, മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രന. മടിയിലിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ഭൂമിയിൽ കർത്താവ് വെളിപ്പെടുത്തി തന്നു. അപ്പൊ സർവ്വവ്യാപിയാണ്. അപ്പോ ഇത് കർത്താവ് ഈ സ്വഭാവങ്ങൾ, പിതാവിന്റെ ഈ സ്വഭാവങ്ങൾ, പിതാവ് എങ്ങനെയുള്ളവനാണ്, നമ്മുടെ ദൈവം എങ്ങനെയുള്ളവനാണ് എന്നുള്ളത് പുത്രൻ നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുക. അതാ പിതാവിന്റെ എല്ലാ സ്വഭാവങ്ങളും ഉണ്ടായിരുന്നു. അന്നത്തെ ദുരോപദേഷ്ടാക്കന്മാർ പറഞ്ഞു യേശുക്രിസ്തു ഒരു ദൂതൻ മാത്രമാണ്, ദൂതനായ ക്രിസ്തുവിനെ ആരാധിച്ചോ കുഴപ്പമൊന്നുമില്ല. എന്നയോ ഇദ്ദേഹം പറയുകയാണ്, ദൂതൻ അല്ല, യേശുക്രിസ്തു ദൈവത്തിന്റെ പ്രതിമയാണ്, ദൈവത്തെ യഥാർത്ഥമായിട്ട് വെളിപ്പെടുത്തുന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മളെ കാണിക്കുന്നത് ദൈവം സർവശക്തനായതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളുടെയും പ്രശ്നങ്ങളുടെയും പ്രതികൂലത്തിന്റെയും മധ്യത്തിൽ നാം തളർന്നു പോകേണ്ട. സർവശക്തനായ ഒരു ദൈവത്തെ നമുക്ക് പുത്രൻ വെളിപ്പെടുത്തി തന്നിരിക്കുക. നമ്മുടെ പിതാവ് സർവശക്തനായതുകൊണ്ട് നമ്മൾ അത് ധൈര്യപ്പെടണം, ബലപ്പെടണം. മാത്രമല്ല അവിടുന്ന് സർവ്വം അറിയുന്നവനാണ്. നമ്മുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഒന്നും ആരും അറിയുന്നില്ലെങ്കിലും നമ്മൾ ഭാരപ്പെടണ്ട. എല്ലാം അറിയുന്ന, നമ്മുടെ ഹൃദയത്തിന്റെ നിലവുകളെ അറിയുന്ന, നമ്മുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും അറിയുന്ന, നമ്മുടെ ജീവിതത്തിന്റെ സമ്പൂർണ്ണ മേഖലകളെ അറിയുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. മറ്റാരും നമ്മളെ അറിയുന്നില്ലെങ്കിലും അറിയുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. മാത്രമല്ല സർവ്വവ്യാപിയാണ്. അവിടുന്ന് ഏത് സ്ഥലത്ത് നമ്മളായിരുന്നാലും അവിടെയെല്ലാം എത്തി നമ്മെ സഹായിപ്പാൻ കഴിയുന്ന, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അവിടത്തേക്ക് സഹായിപ്പാൻ കഴിയാത്ത ഒന്നുമില്ല. അങ്ങനെയുള്ള ഒരു ദൈവത്തെയാണ് പുത്രൻ നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നതെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മാത്രമല്ല ആ പുത്രനിലൂടെ നമ്മൾക്കും എന്ത് ലഭിച്ചിരിക്കുക? നമ്മൾ ആ കർത്താവ്, ആദ്യജാതൻ, ഇവിടെ പറയുന്നത് സർവസൃഷ്ടിക്കും ആദ്യജാതൻ എന്നാണ്. യേശു കർത്താവ് ആദ്യജാതൻ എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ മറിയയുടെ ആദ്യജാതൻ എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവത്തിന്റെ പ്രതിമയാണ്, ദൈവത്തെ യഥാർത്ഥമായിട്ട് നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്ന കർത്താവാണ്. അപ്പോൾ കർത്താവിനെ കാണുന്നവർ ദൈവത്തെ എന്നെ കണ്ടിരിക്കുന്ന കർത്താവിലൂടെ അല്ലാതെ നമുക്ക് പിതാവിന്റെ അടുക്കൽ ചെല്ലാനായിട്ട് സാധ്യമല്ല. കാരണം കർത്താവാണ് നമുക്ക് പിതാവിനെ വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. അതാണ് ഒന്നാമത്തെ കാര്യം. ആ കർത്താവിന്റെ സ്വഭാവം, കർത്താവിന്റെ പ്രവൃത്തി, കർത്താവിന്റെ നമ്മൾ കണ്ട പോലെ തന്റെ വചനത്തിലൂടെയും തന്റെ വ്യക്തിത്വത്തിലൂടെയും ഗുണങ്ങളിലൂടെയൊക്കെ കർത്താവ് നമ്മെ വെളിപ്പെടുത്തി. അതാണ് അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ എന്ന് പറയുന്നത്. ദൈവം ജീവനുള്ളവനായതുകൊണ്ട് ദൈവത്തിന്റെ പ്രതിമയും ആ ദൈവത്തെ യഥാർത്ഥമായിട്ട് വെളിപ്പെടുത്തുന്നത് ജീവനുള്ള ദൈവത്തിന് മാത്രമേ സാധിക്കത്തുള്ളൂ. ദൈവത്തിന് മാത്രമേ ദൈവത്തെ വെളിപ്പെടുത്താൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് കർത്താവ് പൂർണ്ണ ദൈവമാണ് എന്നുള്ളതും ഇവിടെ നാം വെളിപ്പെടും. അന്ന് ദുരോപദേഷ്ടാക്കന്മാർ ഞാൻ ഓർപ്പിച്ചതുപോലെ യേശുക്രിസ്തു ഒരു ദൂതനാണ് എന്ന് പഠിപ്പിച്ചവരോട് പറയുകയാണ്, പൗലോസ് പറയുകയാണ്, കർത്താവ് ദൂതനല്ല, അവിടെ ദൂതന്മാരെ സൃഷ്ടിച്ച ദൈവമാണ്. നമുക്കറിയാം എബ്രായ ലേഖനം 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴും അവിടെയും ആ കാര്യം തന്നെ പറയുന്നുണ്ട്. ദൂതന്മാരെല്ലാം കർത്താവിനെ ആരാധിക്കണം, നമസ്കരിക്കണം. ദൂതന്മാരൊക്കെ രക്ഷിക്കപ്പെടുവാനുള്ള സേവാത്മാക്കളാണ്. കർത്താവ് ദൂതന്മാരുടെ ആരാധ്യ വിഷയമാണ് എന്നുള്ളത് വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവിന്റെ ആ ശ്രേഷ്ഠത കാണാൻ സാധിക്കും. രണ്ടാമത്തെ കാര്യം, സർവസൃഷ്ടിക്കും അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവസൃഷ്ടിക്കും ആദ്യജാതൻ ആവുന്നു. ആദ്യജാതനായ കർത്താവ്. എന്താണ് ഈ ആദ്യജാതൻ? യേശു കർത്താവിനെ ഞാൻ ഓർപ്പിച്ച പോലെ ആദ്യജാതൻ പറഞ്ഞിട്ടുണ്ട്, മറിയയുടെ ആദ്യജാതൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. മറിയയുടെ ആദ്യജാതൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഒന്നാമൻ, അല്ലെങ്കിൽ ആദ്യമായിട്ട് മറിയയ്ക്ക് ജനിച്ച ആദ്യജാതനെ ജനിച്ച ശേഷം അവർക്ക് വഴിയമ്പലത്തിൽ സ്ഥലം കിട്ടായികയാൽ നമ്മൾക്കറിയാം പുൽക്കൂട്ടിൽ കിടത്തിയതായി നമ്മൾ വായിക്കുന്നുണ്ട് ലൂക്കോസ് 2-ൽ. അപ്പൊ മറിയോടുള്ള ബന്ധത്തിൽ ആദ്യജാതൻ എന്ന് പറഞ്ഞാൽ ആദ്യം ജനിച്ചവൻ എന്നാണ്. എന്നാൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ ആദ്യജാതൻ എന്ന് പറഞ്ഞാൽ അത് ആദ്യം ജനിച്ചവൻ എന്നല്ല, ഒന്നാമൻ എന്ന ആശയമാണ്. നമുക്കറിയാം ഈ ആദ്യജാതൻ എന്നുള്ള വാക്കിന് 2 പ്രയോഗങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒന്ന്, ഈ
ടിസ്റ്റോസ് എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഗ്രീക്കിൽ. ഈ പ്രോട്ടോസ് ടിസ്റ്റോസ് എന്ന വാക്കിന്റെ അർത്ഥം ഒന്നാമതായിട്ട് ജനിച്ചവൻ. ഒരു മാതാപിതാക്കളുടെ ആദ്യ സന്താനത്തെ പ്രോട്ടോടിസ്റ്റോസ് എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുകയാണ്. എന്നാൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് പ്രോട്ടോടോക്കോസ് എന്നാണ്. പ്രോട്ടോടോക്കോസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആദ്യമായിട്ട് ജനിച്ചവൻ എന്നല്ല, ഒന്നാമൻ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആദ്യ ജാതൻ എന്ന് പറഞ്ഞാൽ ഒന്നാമൻ, ഏറ്റവും ഉന്നതൻ എന്നുള്ള ആശയമാണ്. അതാണ് പൗലോസ് പറയുന്നത്. യഹൂദം നമുക്കറിയാം, ഈ യഹോവ സാക്ഷിയുടെ ആളുകളൊക്കെ യേശുക്രിസ്തു ഈ വാക്യം ഉപയോഗിച്ച് പറയാറുണ്ട്. കണ്ടോ, യേശുക്രിസ്തു സർവശക്തിക്കും ആദിജാതനാണ് എന്ന് പറയുമ്പോൾ അവർ പറയുന്നുണ്ടോ, ആദ്യമായിട്ട് യഹോവയായ ദൈവം സൃഷ്ടിച്ചത് യേശുക്രിസ്തുവിനെയാണെന്ന് അവർ പറയും. എന്നാൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ആദിജാതൻ എന്നുള്ള ഉപയോഗിച്ചിരിക്കുന്നത് ഈ വാക്കാണ്. അതിന്റെ അർത്ഥം ആദ്യമായി സൃഷ്ടിച്ചവൻ എന്നല്ല. മാത്രമല്ല, ഈ പഴയ നിയമം നാം പഠിക്കുമ്പോൾ ഈ ആദിജാതൻ എന്നുള്ള പ്രയോഗം പല പ്രാവശ്യം നമുക്ക് കാണുന്നുണ്ട്. ഒന്നാമത് ജനിച്ചവനല്ല ആദിജാതൻ. നമുക്കറിയാം, ആദാമിന്റെ ബന്ധത്തിലായിരുന്നാലും ആദിജാതൻ എന്നുള്ള പദവി ജനിച്ചത് കായനല്ല, ഷേത്തിനാണ് ആ പദവി ലഭിച്ചതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതുപോലെ അബ്രഹാമിന് ആദ്യം ജനിച്ചത് ഇസ്മായേലാണ്. എന്നാൽ ആദിജാതൻ എന്നുള്ള പദവി ലഭിച്ചത് ഇസ്ഹാക്കിനാണ്. അതുപോലെ തന്നെ യാക്കോബിന് നമുക്കറിയാം ആദ്യം ജനിച്ച രൂപേനാണെങ്കിലും ആ പദവി ലഭിച്ചത് യഹൂദയ്ക്കാണ്. ആദിജാതൻ എന്നുള്ള പ്രത്യേക പദവി യഹൂദയ്ക്കാണ് ലഭിച്ചത്. അതുപോലെ യോസേഫിന്റെ മക്കളിൽ മനശ്ശെയാണ് ആദ്യം ജനിച്ചതെങ്കിലും നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, യെരമ്യാവിന്റെ പുസ്തകം 31 അധ്യായത്തിന് 9 വാക്യത്തിൽ എഫ്രൈം എന്റെ ജാതിയാതൻ, എഫ്രൈമിനാണ് ആദിജാതൻ എന്നുള്ള പദവി ലഭിച്ചത്. അതുപോലെ തന്നെ നമ്മൾ ഇസ്രായേലിനെ കുറിച്ച് വായിക്കുന്നത് ഇസ്രായേൽ എന്റെ ആദിജാതൻ. നമ്മൾ പുറപ്പാട് പുസ്തകം 4:22 വായിക്കുന്നത് ഇസ്രായേലിന്റെ ആദിജാതൻ എന്നാണ്. ഇസ്രായേലല്ല ലോകത്ത് ആദ്യമായിട്ട് രാഷ്ട്രമായിട്ട് വന്നത്. അതിനൊക്കെ മുമ്പ് എത്രയോ രാഷ്ട്രങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ദൈവം പറയാണ് അതൊരു പ്രത്യേക പദവിയാണ്. നമുക്കറിയാം, കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു പ്രവചനം സങ്കീർത്തനങ്ങൾ 89:27 പറയുന്നു. അവിടെ ദാവീദിനെ കുറിച്ചാണ് പറയുന്നെങ്കിലും ആത്യന്തികമായിട്ട് ദാവീദിനെ കുറിച്ചല്ല, കർത്താവിനെ കുറിച്ചുള്ള പ്രവചനമാണ്. അവിടെ പറയുന്നത് ദാവീദ് ആദിജാതൻ എന്നാണ്. ദാവീദിന്റെ ആദിജാതൻ. നമുക്കറിയാം, ദാവീദല്ല ആദിജാതൻ. ഇശായിയുടെ മക്കൾ 8ാമനാണ് ദാവീദ്. പക്ഷേ അവിടുത്തെ ആദിജാതനാക്കി എന്നുള്ളതാണ്. എന്താണ് ഇതിന്റെ അർത്ഥം? 1ാം സ്ഥാനക്കാരൻ എന്നാണ്. നമുക്കറിയാം, അന്നത്തെ കാലത്തെ ആദിജാതൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് കുറഞ്ഞത് 4 പദവികളുണ്ട്. 1ാം സ്ഥാനം, ഭവനത്തിന് 1ാം സ്ഥാനം ലഭിക്കുന്നു. 2, ഭവനത്തിന്റെ പ്രഭു, ഭവനത്തിന്റെ ഭരണാധികാരി ആദിജാതനാണ്. ആദിജാതൻ എന്ന പദവിക്കാണ് ഭരണത്തെ ഭരിക്കാനും നിയന്ത്രിക്കാനും ഒക്കെ ഉള്ള അധികാരം. മാത്രമല്ല, ഇരട്ടി സ്വത്തിന് യോഗ്യനാണ്. ഇരട്ടി മറ്റു മക്കൾ കൊടുക്കുന്നതിനേക്കാൾ ഇരട്ടി സ്വത്ത് അല്ലെങ്കിൽ അവകാശം ആദിജാതനുണ്ട്. മാത്രമല്ല, കുടുംബ പുരോഹിതൻ, നമുക്കറിയാം ന്യായപ്രമാണം, ലൈവ്യ പുരോഹിതം ഒക്കെ വരുന്നതിന് മുമ്പ് ഭവനത്തിലെ ആദിജാതനായിരുന്നു കുടുംബ പുരോഹിതൻ എന്നുള്ളതിലേക്കുള്ളതായ പദവി. ഈ നിലയിൽ ഒരു പ്രത്യേകമായ അധികാരങ്ങളും അവകാശങ്ങളും ഇരട്ടി സ്വത്തിനുള്ള അവകാശങ്ങളും എല്ലാം ഉള്ളവനാണ് ആദിജാതൻ. അതുകൊണ്ടാണ് യാക്കോബ് ഈ ഏശയാവിൽ നിന്ന് ഈ ആദിജാതൻ എന്നുള്ള പദവി, ജ്യേഷ്ഠാവകാശം, അതിനെ അങ്ങനെയാണ് പറയുന്നത്. ജ്യേഷ്ഠാവകാശം ഒരു കപ്പ് പായസത്തിന് പറ്റിച്ചെടുത്തത്. കാരണം യാക്കോബിനറിയാം ഇതിന്റെ വലിയ മഹത്വം എന്താണെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. പിന്നീട് ഇതിന്റെ മഹത്വം മനസ്സിലാക്കി ഏശാവ് വന്ന് കരഞ്ഞപേക്ഷിച്ചിട്ടും അവന് പിന്നത്തിൽ മാനസാന്തരപ്പെടാൻ ലഭിച്ചില്ല എന്നാണ് എബ്രായ ലേഖനകാരൻ എബ്രായർ 12 പറയുന്നുണ്ട്. അപ്പോൾ ഈ ആദിജാതൻ എന്നുള്ളത് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു പദവിയാണ് എന്നുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മുടെ കർത്താവ് ആദിജാതനാണ്, അഥവാ സർവസൃഷ്ടിക്കും മുമ്പേ ഒന്നാമനാണ്. അവിടുന്ന് സൃഷ്ടിക്ക് ആദിജാതനാണ്. ഇനി ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യേശു ആദിജാതനാണെന്ന് പറയുമ്പോൾ ഒന്നാമത് ജനിച്ചവനല്ല. അങ്ങനെയാണെങ്കിൽ ഏകജാതൻ എന്ന് പറയാൻ പറ്റത്തില്ല.
യേശുവിന് ആദിജാതനും ഏകജാതനുമായിരിക്കാൻ കഴിയുന്നതല്ല. നമ്മുടെ കർത്താവിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, അവൻ ഏകജാതനാണ്. തന്റെ ഏകജാതനായ പുത്രൻ അതേ നിലയിൽ ഒരുവനേ ഉള്ളൂ. അപ്പൊ ആദിജാതനാണെങ്കിൽ അതിനുശേഷം അതേ നിലയിൽ പല ആളുകളുണ്ട്. അതിനുശേഷം അതേ നില ഒരുവനേ ഉള്ളൂ എന്നാണ് അതിന്റെ അർത്ഥം. ആദിജാതനും ഏകജാതനുമായിരിക്കാൻ കഴിയത്തില്ല. എന്നാൽ യേശു കർത്താവ് ആദ്യജാതനും ഏകജാതനുമാണ്. മാത്രമല്ല, പൗലോസ് ഏതാണോ ദുരുപദേശത്തെ ఖంഡിക്കാൻ ശ്രമിക്കുന്നത്, യേശുക്രിസ്തു സൃഷ്ടിയല്ല, സൃഷ്ടാവാണ്, അവിടുന്ന് ജനിച്ചവനല്ല, മുമ്പേ ഉള്ളവനാണ് എന്ന് വെളിപ്പെടുത്താൻ ശ്രമിക്കുന്ന ഉപദേശത്തെ സ്ഥാപിക്കാം യേശു ആദിജാതനാണെന്നുള്ളത് സൃഷ്ടിയാണെന്ന് പറഞ്ഞാൽ പൗലോസ് ഏത് ഉപദേശത്തെയാണോ ఖంഡിക്കാൻ ശ്രമിക്കുന്ന ആ ദിവസം സ്ഥാപിക്കുന്ന പോലെ ആയിത്തീരും. അതുകൊണ്ട് അങ്ങനെയല്ല. മാത്രമല്ല, തുടർന്ന് ഇങ്ങോട്ട് വായിക്കുമ്പോൾ സ്വർഗത്തിലുള്ള ഭൂമിയുള്ള ദൃശ്യമായതും അദൃശ്യമായതും വാഴ്ചകളാകട്ടെ, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, സകല യേശുക്രിസ്തു മൂലം അവനായിട്ട് സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ്. എന്തുകൊണ്ട്? സൃഷ്ടാവാണ്. സൃഷ്ടാവ് സൃഷ്ടിയായിരിക്കാൻ കഴിയത്തില്ല. യേശുക്രിസ്തു സൃഷ്ടാവാണെങ്കിൽ അവൻ സൃഷ്ടിയല്ല. മാത്രമല്ല, ഇവിടെ മറ്റൊരു ഗ്രാമാറ്റിക്കൽ ഇതുകൂടെയുണ്ട്. ഈ സൃഷ്ടി, അവൻ സർവ സൃഷ്ടി എന്നുള്ളത് സിംഗുലറാണ്, ഏകവചനത്തിലാണ്. എന്നാൽ ആദിജാതൻ എന്നുള്ളത് ബഹുവചനത്തിലാണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സർവ സൃഷ്ടിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്, സൃഷ്ടികൾക്കല്ല. സൃഷ്ടികൾക്ക് ആദിജാതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം സൃഷ്ടി, കർത്താവ് ഒരു സൃഷ്ടി, പിന്നെ തുടർന്ന് സൃഷ്ടികൾ, അങ്ങനെയല്ല. സൃഷ്ടി എന്നുള്ള സിംഗുലറല്ല പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ആദിജാതൻ എന്നുള്ള പ്ലൂറല്ല പറഞ്ഞേക്കണം. വേറെ പല ഭാഗത്തും പലരെ ആദിജാതൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം മാത്രമല്ല, ദൈവത്തിൽ ഒരു ആദിജാതനെ ഉണ്ടാകാൻ പാടുള്ളൂ. അത് സൃഷ്ടിയാണെങ്കിൽ ഒറ്റ ആദിജാതനെ ഉണ്ടാകും. ഇവിടെ പലരെ ഭാഗത്തും നമ്മൾ കണ്ട പോലെ പലരെ കുറിച്ചും ആദിജാതൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ കർത്താവ് ഒന്നാമനാണ്, സർവ്വ സൃഷ്ടിക്കും കാരണഭൂതനാണ് എന്നുള്ളത് നമുക്കിവിടെ ചിന്തിക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. അങ്ങനെ വരുമ്പോൾ കർത്താവ്, അതുകൊണ്ട് നമുക്കുള്ള ഗുണം എന്താണ്? അവിടുന്ന് ഒന്നാം സ്ഥാനക്കാരനാണ്. നമ്മുടെ ഈ ഭാഗത്തും ചിന്തിക്കുകയാണ്, അവിടുന്ന് ഒന്നാം സ്ഥാനക്കാരനായതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കൊടുക്കേണ്ട സ്ഥാനം ഒന്നാം സ്ഥാനമാണ്. എല്ലാത്തിനും മുമ്പേ ഉള്ള സ്ഥാനമാണ്. താഴെ വരുമ്പോൾ അത് പറയുന്നുണ്ട്. രണ്ടാമത്, അവിടുന്ന് ഭരണാധികാരിയാണ്, സർവത്തെയും ഭരിക്കുന്നവനാണ്. നമുക്കറിയാം, ആദിജാതന് ഭരിക്കാനുള്ളതായ വലിയ യോഗ്യതയുണ്ട്. കർത്താവ് ഭരണാധികാരിയായിരുന്നു. കർത്താവിന്റെ സൃഷ്ടികളൊക്കെ അനുസരിച്ചു. നമുക്കറിയാം, കാറ്റ് അടങ്ങുക, കടലെ ശാന്തമാകുക എന്ന് പറഞ്ഞപ്പോൾ അതെല്ലാം ശാന്തമായി, വെള്ളം വീഞ്ഞായി. കർത്താവ് എല്ലാത്തിനെയും നിയന്ത്രിച്ചുകൊണ്ട് നിൽക്കുന്ന ഭരണാധികാരിയാണ്. നമുക്കറിയാം, ഈ പ്രപഞ്ചത്തെ നമ്മൾ നോക്കിയേ, ഏകദേശം 50,000 കോടി ഗാലക്സികളാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ഈ സൗരനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഒക്കെ അടങ്ങിയിരിക്കുന്ന സോളാർ സിസ്റ്റം ഉൾപ്പെടുന്ന മിൽക്കി വേ, എനിക്കൊന്ന് എത്രയോ കോടി നക്ഷത്രങ്ങളുള്ള ഒരു ഗാലക്സിയാണ്. ഇങ്ങനെയുള്ള 50,000 കോടി ഗാലക്സികൾ ഉണ്ടെന്നാണ് നമ്മൾ അറിയപ്പെടുന്ന ഇപ്പോഴുള്ള അറിവ്. അതിനേക്കാൾ കൂടുതലുണ്ട്. മനുഷ്യർ അറിയാവുന്ന 50,000 കോടി ഗാലക്സികൾ ഉണ്ടെന്നാണ്. ഇതിനെല്ലാം നിയന്ത്രിക്കുന്ന, ഇതിനെല്ലാം ഭരിക്കുന്ന കർത്താവ് അവിടുന്ന് എത്ര മഹത്വവാനാണ്. നമുക്കറിയാം, ഇതിനെ എണ്ണാൻ തുടങ്ങിയാൽ ഒരു സെക്കൻഡിൽ ഓരോന്നിന്റെ വീതം എണ്ണിയാൽ ഏകദേശം 4000 വർഷം എണ്ണി വരുമെന്നാണ് ആലോചിക്കുന്നത്, പറയുന്നത് ഞാൻ കേൾക്കാൻ ഇടയായി. എത്രയോ അത്ഭുതകരമായ കാര്യമാണ് നമ്മുടെ കർത്താവ്. ഈ കർത്താവ് ആദിജാതനാണ്, സർവ്വ സൃഷ്ടിക്ക് മുമ്പേ ഉള്ളവനാണ്. സൃഷ്ടിതാവിന് എന്ന നിലയ്ക്കും സൃഷ്ടിക്ക് മുമ്പേ ഉള്ളവൻ എന്ന നിലയ്ക്കും ഏറ്റവും ഉന്നതനായവനാണ്. പിന്നെ കർത്താവിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് മരിച്ചവരിൽ നിന്ന് ആദിജാതൻ എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. മരിച്ചവൻ ആദ്യനായി എഴുന്നേറ്റവനും എന്നിവിടെ പറയുന്നുണ്ട്. വെളിപ്പാട് 1:6 വരുമ്പോൾ അവിടെ പറയുന്നത് മരിച്ചവൻ വിശ്വസ്ത സാക്ഷിയും മരിച്ചവൻ ആദിജാതനും ഭൂരാജാക്കന്മാർക്ക് അധിപതിയുമായ നമ്മുടെ കർത്താവായ യേശു. മരിച്ചവൻ ആദിജാതനാണ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മരിച്ചവരിൽ നിന്ന് ആദ്യമായിട്ട് എഴുന്നേറ്റ് വന്നവനാണ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മരിച്ചവരുടെ എല്ലാം കർത്താവായിട്ട് അംഗീകരിക്കണം. മരിച്ചവരെല്ലാം കർത്താവായിട്ട് അംഗീകരിക്കണം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ ലോകം വിട്ടുപോയവരുടെയും കർത്താവാണ്. അതുകൊണ്ട് ആത്മീയമായിട്ട് മരിച്ചവരും കർത്താവിനെ അംഗീകരിക്കാത്തവരും ഒരു ദിവസം കർത്താവിനെ അംഗീകരിക്കേണ്ടി വരും. നമ്മള് ഫിലിപ്പിലെ 2-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ടല്ലോ, അവനെ ദൈവം ഏറ്റവും ഉയർത്തി, വിളിക്കപ്പെട്ട എല്ലാ നാമത്തിലും അത്യന്തം മീതെ ഇരുത്തി, സ്വർലോകടെയും ഭൂലോകടെയും അധോലോകടെ ഒക്കെ മുഴങ്കാൽ അവിടുന്ന് എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവെന്ന് ഏറ്റുപറയേണ്ടി വരും.
അപ്പോൾ മരിച്ചവരെല്ലാം അവന്റെ മുമ്പാകെ നിന്ന് അവിടുത്തെ അധികാരിയാണ്, ഭരണാധികാരിയാണ്, കർത്താവാണെന്ന് ഏറ്റുപറയുന്ന ഒരു ദിവസം വരാൻ പോവുകയാണ്. അതുകൊണ്ട് ഇന്ന് അങ്ങനെ ഏറ്റുപറയാത്തവരായിട്ട് ആരെങ്കിലും ഇങ്ങനെ ഉണ്ടെങ്കിൽ ആ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കേണ്ട. ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം, ഇപ്പോഴാകുന്നു സുപ്രസാദകാലം. ഇന്ന് യേശുക്രിസ്തുവിനെ കർത്താവായി അംഗീകരിക്കണം. അവിടുന്ന് കർത്താവാണ്, അവിടുന്ന് ഭരണാധികാരിയാണ്, അവിടുന്ന് ആദിയാതനാണ്. ആദിയാതനെ അംഗീകരിച്ച ആ കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിലേക്ക് സ്വീകരിച്ചാൽ ഇന്ന് രക്ഷിക്കപ്പെടുവാൻ സാധിക്കും. ഇന്ന് രക്ഷിക്കപ്പെടാത്തവൻ ഒരു ദിവസം വരാൻ പോവാ, അന്ന് ഏറ്റുപറയേണ്ടി വരും. അന്ന് ന്യായവിധി ദിവസമാണ്. അന്ന് നരകത്തിലേക്ക് തള്ളപ്പെടുവാൻ ഇടയായിത്തീരും. അവിടുന്ന് ഇന്ന് സ്വീകരിക്കണം. ഇനി കർത്താവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് റോമർ 8:29 അനേക സഹോദരന്മാരിൽ ആദിയാതൻ. സഹോദരന്മാരോടുള്ള ബന്ധത്തിൽ കർത്താവ് ആദിയാതനാണ് അല്ലെ. നമ്മളെ കർത്താവ് സഹോദരന്മാരെന്ന് വിളിക്കാൻ ലജ്ജിച്ചില്ല. ഒരു യോഗ്യത അർഹതയില്ലാതെ നമ്മള് എബ്രായർ 2 വായിക്കുന്നുണ്ടല്ലോ, അവൻ നമ്മെ സഹോദരന്മാരെന്ന് വിളിക്കാൻ ലജ്ജിച്ചില്ല. അവിടെ സഹോദരന്മാരിൽ ഒന്നാമനാണ്. എല്ലാ സഹോദരന്മാരും അവനെ ആരാധിക്കണം, അവനെ മഹത്വപ്പെടുത്തണം, അവനെ ഉയർത്തണം. അവൻ സഹോദരന്മാരിൽ ആദിയാതനാണ്. അനേക സഹോദരന്മാരിൽ മരിച്ചവരിൽ ആദിയാതൻ മാത്രമല്ല, മരിച്ചവരിലുള്ള ബന്ധത്തിൽ അവൻ ആദിയാതനാണ്. എന്നാൽ ജീവിക്കുന്ന രക്ഷിക്കപ്പെട്ട ദൈവമക്കളുള്ള ബന്ധത്തിൽ അവൻ ആദിയാതനാണ്, അല്ലെങ്കിൽ അവൻ ഒന്നാമനാണ്. അവനെല്ലാം മഹത്വവും കൊടുക്കണം, അവനെ അനുസരിക്കണം. നമുക്കറിയാം സൃഷ്ടികളെല്ലാം അവനെ അനുസരിക്കുന്നുണ്ട്, മനുഷ്യന് മാത്രമാണ് അവനെ അനുസരിക്കാത്തത്. അപ്പോൾ കർത്താവ് ആദിയാതൻ എന്ന് പറയുമ്പോൾ അവിടുന്ന് എല്ലാ നിലയിലും ഭരണാധികാരിയാണ്, ഭവനത്തിന്റെ പ്രഭുവാണ്, ആദിയാതനാണ്, ഒന്നാം സ്ഥാനക്കാരനാണ്. അവനെ മഹത്വപ്പെടുത്തണം, ആരാധിക്കണം. രണ്ടാമത് അവിടുന്ന് പുരോഹിതനാണ്. നമുക്കറിയാം അവിടുന്ന് മഹാപുരോഹിതനാണ്. മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം ഇന്ന് മഹാപുരോഹിതനായി നമുക്ക് വേണ്ടി ജീവിക്കുകയാണ്. ഭൂമിയിൽ വെച്ച് തന്നെ ആ മഹാപുരോഹിത ശുശ്രൂഷ ആരംഭിച്ചു. നമുക്കറിയാം അവിടുത്തെ മഹാപുരോഹിത്യ പ്രാർത്ഥനയൊക്കെ നമ്മൾ യോഹന്നാൻ 17 വായിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് കർത്താവ് സ്വർഗത്തിൽ നമുക്ക് വേണ്ടി മഹാപുരോഹിതനായിട്ട് ജീവിക്കുന്നു. അവിടുത്തെ മഹാപൗരോഹിത്യ ശുശ്രൂഷ നമുക്ക് ആശ്വാസകരമാണ്. നമുക്ക് വേണ്ടി അവിടുന്ന് പിതാവിന്റെ സ്ഥലത്തിൽ പ്രത്യക്ഷനായിരിക്കുകയാണ്. ആ മഹാപൗരോഹിത്യ ശുശ്രൂഷ മൂലം താൻ മുഖാന്തരമായി പിതാവിലേക്ക് അടുത്തു വരുന്നവർക്ക് വേണ്ടി സദാ എന്ത് ചെയ്യാണ്? അവിടുന്ന് എന്തേക്കും ജീവിക്കുകയാണ്, പക്ഷപാതം ചെയ്ത് ജീവിക്കുകയാണ്, നമ്മളെ ശക്തീകരിപ്പാൻ. അതുകൊണ്ട് ആകാശത്തിൽ കൂടി കടന്നുപോയ ശ്രേഷ്ഠ മഹാപുരോഹിതൻ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? പിശാചിന്റെ എല്ലാ ശക്തികളെയും തോൽപ്പിച്ച് ജയാളിയായി സ്വർഗത്തിലേക്ക് കരേറിപ്പോയ മഹാപുരോഹിതൻ അവിടെ നിന്ന് നമുക്ക് വേണ്ടി പിതാവിന്റെ സന്നിധിയിലുണ്ട്. അവിടുന്ന് ആദിയാതൻ എന്ന് പറയുമ്പോൾ അവിടുന്ന് ശ്രേഷ്ഠ മഹാപുരോഹിതനാണ്. മൂന്നാമതായിട്ട് നമ്മൾ കാണുന്നു അവിടുന്ന് ഇരട്ടി അവകാശിയാണ്. കർത്താവ് നമ്മളെ വീണ്ടെടുത്തത് കൊണ്ട് നമുക്ക് ആ വീണ്ടെടുപ്പിന്റെ കാര്യത്തിലും ഇരട്ടി അവകാശിയാണ്. നമ്മെ സൃഷ്ടാവെന്ന നിലയ്ക്ക് അവിടുന്ന് നമ്മുടെ അവകാശിയാണ്. അവിടുത്തെ അവകാശമാണ് നമ്മൾ. മാത്രമല്ല വീണ്ടെടുപ്പ് മൂലം സൃഷ്ടി നഷ്ടപ്പെട്ടു പോയെങ്കിലും, പാപത്തിൽ വീണു പോയെങ്കിലും, ആ ഇരട്ടിയായിട്ട് വീണ്ടെടുത്തത് മൂലം, രണ്ടാമത് അവിടുന്ന് നമ്മളെ രക്ഷിച്ചത് മൂലം നമുക്ക് കർത്താവ് ഇരട്ടി അവകാശിയാണ് എന്നുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തു അതെ അവിടുന്ന് ഇരട്ടി മാനത്തിന് യോഗ്യനാണ്. കാരണം നമ്മളെ സൃഷ്ടിച്ചവൻ, നമ്മളെ വീണ്ടെടുത്തവൻ, മാത്രമല്ല വേഗം വന്ന് നമ്മെ ചേർക്കാനായിട്ട് പോകുന്ന നമ്മുടെ കർത്താവ്, നമ്മെ ഓരോ ദിവസവും കാക്കുകയും പരിപാലിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്ന കർത്താവ്, ആ കർത്താവ് നമുക്ക് ഉണ്ട്. അവിടുന്ന് നമ്മളെ നടത്തുന്ന നല്ല കർത്താവാണ്. മാത്രമല്ല ഈ സഭയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. എബ്രായ ലേഖനം അതിന്റെ 12-ാം അധ്യായത്തിൽ 23-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് ആദിജാതന്മാരുടെ സഭ. പുതിയ ദൈവസഭയ്ക്ക് നൽകിയിരിക്കുന്ന പേരാണ് ആദിജാതന്മാരുടെ സഭ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നമ്മളെയും ആദിജാതന്മാരാക്കിയിരിക്കുകയാണ്. ക്രിസ്തുവിന്റെ പൂർണ്ണതയിലേക്ക് നമ്മളെ കൊണ്ടുവന്നിരിക്കുകയാണ്. നമുക്കും ആദിജാതന്മാരെന്ന പദവി, ദൈവത്തെ ആരാധിക്കുവാൻ, നമുക്കും ദൈവത്തിന്റെ ആ അവകാശം ലഭിപ്പാൻ, ക്രിസ്തുവിനോട് കൂടെയുള്ള അവകാശം ലഭിപ്പാൻ, കൂട്ടവകാശം ദൈവത്തിന്റെ അവകാശം ലഭിപ്പാൻ, ക്രിസ്തുവിനോട് കൂട്ടവകാശം ലഭിപ്പാൻ തക്കവണ്ണം നമ്മളെയും ആദിജാതന്മാരുടെ സഭ പ്രത്യേക പദവിയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. നമുക്കും നമ്മുടെ ഒരുവിധം ആദ്യ ഫലമാകേണ്ടതിന് നമ്മൾ യാക്കോബിന്റെ ലേഖനത്തിൽ വായിക്കുന്നു. ആദിജാതന്മാരാകേണ്ടതിന് നമുക്ക് വായിക്കാൻ സാധിക്കും. ആദിജാതന്മാരിനുള്ള വലിയ പദവി സ്വർഗത്തെ ദൈവസഭയ്ക്കാണുള്ള. സ്വർഗത്തിൽ അനേക കൂട്ടം വിശുദ്ധന്മാരുണ്ട്. നമുക്കറിയാം പഴയ നിയമ വിശുദ്ധന്മാരുണ്ട്, മഹാപീഡനകാല വിശുദ്ധന്മാരുണ്ട്, ഈ 1000 ആണ്ട് വാഴ്ചയിൽ രക്ഷിക്കപ്പെടുന്നവരുണ്ട്,
സ്വർഗത്തിലെ ദൂതവൃന്ദങ്ങളുണ്ട്. ഇതിലെല്ലാം മധ്യത്തിൽ ആദിയാതന്മാർ, ഏറ്റവും പദവി ലഭിച്ചവർ, സ്വർഗത്തിൽ കർത്താവായ ത്രിയേക ദൈവത്തിന്റെ കഴിഞ്ഞാൽ പിന്നെ ആദിയാതന്മാരുടെ സഭ, പുത്രന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾക്ക് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന പദവി ലഭിച്ചിരിക്കുക. അവരെ ആദ്യ ജാതിന്മാരുടെ സഭയാക്കി തീർത്തിരിക്കാൻ, ആ സഭയിൽ അംഗമായി തീരുവാനുള്ള ഭാഗ്യം ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. എത്രയോ ശ്രേഷ്ഠകരമായ പദവിയാണ്. അതുകൊണ്ട് ആദിയാതനായ കർത്താവിനെ നമുക്ക് മാനിക്കാം, അവിടുത്തെ ആരാധിക്കാം, അവിടുത്തെ അനുസരിക്കാം. അവിടുത്തെ മഹത്വത്തിന് മുമ്പാകെ നമുക്ക് അവനെ വണങ്ങി നമസ്കരിക്കുകയും ചെയ്യാം, അവന് വേണ്ടി ജീവിക്കാം. അവന് ഒന്നാം സ്ഥാനം കൊടുക്കുക. എല്ലാറ്റിനും ആദിയാതനായിരിക്കുന്ന കർത്താവിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇനി അടുത്തതായിട്ട് പൗലോസ് പറയുന്ന മറ്റൊരു കാര്യം, അപ്പോൾ ദൈവത്തോടുള്ള ബന്ധത്തിൽ രണ്ടു നിലയിലാണ്. ഒന്ന്, അവിടുത്തെ ദൈവത്തിന്റെ പ്രതിമയാണ്. നമ്മൾ കണ്ടു, ദൈവത്തെ യഥാർത്ഥമായിട്ട് വെളിപ്പെടുത്തി തന്നവൻ, തന്റെ ശുശ്രൂഷയിലൂടെയും തന്റെ വചനത്തിലൂടെയും തന്റെ വ്യക്തിത്വത്തിലൂടെയും ദൈവത്തെ വെളിപ്പെടുത്തുന്നത്. നമുക്കറിയാം, നമ്മളും ദൈവത്തിന്റെ പ്രതിമയാണ്. നമുക്ക് ദൈവത്തിന്റെ പ്രതിമയാണ്. മനുഷ്യന് മാത്രം ലഭിച്ചിരിക്കുന്ന ഒരു പ്രത്യേക പദവിയാണ് അത്. ഞാൻ ആ ഭാഗം വിട്ടുപോയി, ഒഴിവാക്കി പറഞ്ഞ ഞാൻ ഭാഗം വിട്ടുവരാം. മനുഷ്യനും അവൻ തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും, ഗോഡ് മെയ്ഡ് മാൻ ഇൻ ഹിസ് ഓൺ ഇമേജ് ആൻഡ് ലൈക്ക്നെസ്. നമുക്ക് ആ ഇമേജ് ലഭിച്ചിരിക്കുക. പാപനിമിത്തം ആ ഇമേജ് എന്ത് ചെയ്തു? നഷ്ടമായി പോയി. ഈ ഇമേജ് ഉള്ളതുകൊണ്ടാണ് മൂന്ന് കാര്യങ്ങളാണ് ഇമേജിലുള്ള ബന്ധത്തിൽ, മനുഷ്യന്റെ ഇമേജിലുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത്. ഒന്ന്, നമ്മുടെ വ്യക്തിത്വം. നമുക്കൊരു പേഴ്സണാലിറ്റി ഉണ്ട്, അത് ഇമേജാണ്. എന്തൊക്കെയാണ്? ബുദ്ധിശക്തി, തീരുമാനശക്തി, വികാരം, ഇമോഷൻ, ഇന്റലിജൻസ് ആൻഡ് വിൽ നമ്മൾ പറയാം. എന്തുകൊണ്ടാണ്? ആ ദൈവത്തിന്റെ ആ ഇമേജ് നമ്മളിൽ ഉള്ളതുകൊണ്ടാണ്. ദൈവത്തിന്റെ ആ ഇമേജ് നമുക്ക് ലഭിച്ചതുകൊണ്ടാണ്. പാപനിമിത്തം മാത്രമല്ല, നമ്മൾ ആത്മീയ ജീവിയാണ്, സ്പിരിച്വൽ ബീങ് ആണ്. കാരണം എന്താണ്? നമ്മൾക്ക് ആത്മാവിൽ ഉണ്ട്, നമുക്ക് ഒരു ആത്മാവുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അത് മരിച്ചു എങ്കിലും ക്രിസ്തുവിൽ ജീവിക്കുവാൻ ഇടയായി തീർന്നു. നമ്മള് എഫേസ്യ ലേഖനം അതിന്റെ 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ പൗലോസ് ആ കാര്യം പറയുന്നുണ്ട്. മാത്രമല്ല, നമ്മൾ ധാർമ്മിക ജീവൻ, മോറൽ നേച്ചർ ഉണ്ട്. എന്തുകൊണ്ടാ? നമുക്ക് ഇമേജ് ഉള്ളതുകൊണ്ടാണ്. എന്നാൽ പാപനിമിത്തം ഇമേജ് നഷ്ടപ്പെട്ടു. നമുക്കറിയാം, ഒരു നാണയം താഴെ വീണ് അത് മണ്ണിൽ മൂടിക്കിടക്കുമ്പോൾ അതിന് ഇമേജ് നമുക്ക് കാണാൻ സാധിക്കത്തില്ല. എന്നാൽ ആ നാണയം ആ മണ്ണിൽ നിന്ന് എടുത്ത് അതിന്റെ അഴുക്കെല്ലാം കഴുകി കഴിയുമ്പോൾ പിന്നെ ആ ഇമേജ് തെളിഞ്ഞു വരും. ഇതുപോലെ നമ്മള് മനുഷ്യവർഗം ആ പാപത്തിന്റെ അടിമത്തത്തിലേക്ക് വീണ് കഴിഞ്ഞപ്പോൾ ആ ഇമേജ് എല്ലാം മൂടിക്കിടക്കുകയായിരുന്നു. എന്നാൽ കാൽവറിയുടെ ക്രൂശിലെ യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിക്കുമ്പോൾ ആ ഇമേജ് പിന്നെയും തെളിഞ്ഞു വരികയാണ്. പ്രിയപ്പെട്ടവരെ, രക്ഷിക്കപ്പെടുമ്പോൾ നമുക്ക് ആ ഇമേജ്, ദൈവത്തിന്റെ ഇമേജിൽ നമുക്ക് ജീവിക്കുവാനായിട്ട്, വെളിപ്പെടുത്തുവാനായിട്ട് സാധിക്കും. ദൈവത്തിന്റെ ആ ഇമേജ് നമ്മളിലുണ്ട്, ആ ഇമേജിൽ നമ്മൾ ജീവിക്കുവാൻ കഴിയണം. ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകട്ടെ. അടുത്തായിട്ട് പൗലോസ് പറയുന്നത്, ഇവിടെ സൃഷ്ടിയോടുള്ള ബന്ധത്തിൽ കർത്താവിന്റെ പൂർണ്ണതയെ കുറിച്ച് പറയുകയാണ്. എന്താണ് പറയുന്നത്? സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ സൃഷ്ടാവെന്ന നിലയ്ക്ക് പറയുവാണ്. ക്രിസ്തു എല്ലാം സൃഷ്ടിച്ചു എന്നുള്ളതാണ്. അന്നത്തെ ദുർപദേഷ്ടാക്കന്മാർ പഠിപ്പിച്ചത് ക്രിസ്തു സൃഷ്ടാവല്ല, ദൈവത്തിന്റെ ഒരു സൃഷ്ടി മാത്രമാണെന്നാണ്. ദൈവത്തിൽ നിന്ന് പുറപ്പെട്ടു വന്ന സൃഷ്ടിയുടെ ഒരു ഭാഗമാണ്. എന്നാൽ പൗലോസ് പറയാണ്, അങ്ങനെയല്ല, ദൈവം സൃഷ്ടാവാണ്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒന്നാമത്തെ കാര്യം സൃഷ്ടിപ്പിന്റെ മേഖലയാണ്. സ്വർഗത്തിലുള്ളത്, രണ്ട് മേഖലകളെ കുറിച്ച് പറയാണ്. സ്വർഗത്തിലുള്ളത്, ഭൂമിയിലുള്ളത് എന്ന് പറഞ്ഞാൽ സ്വർഗീയമായതും ഭൗമികമായതും എല്ലാം ദൈവം കർത്താവാണ് സൃഷ്ടിച്ചത്. ഇനി അതിന്റെ സ്വഭാവം പറയുകയാണ്. ദൃശ്യമായത്, അദൃശ്യമായത്, അഥവാ ഭൗതികമായതും ആത്മീയമായതും എല്ലാം കർത്താവ് സൃഷ്ടിച്ചിരിക്കുന്നതാണ്. മാത്രമല്ല, വിഭാഗങ്ങളെ കുറിച്ച് പറയാണ്. എത്ര വിഭാഗത്തിൽപ്പെട്ടവരുണ്ട്? സിംഹാസനങ്ങൾ, കർത്തൃത്വങ്ങൾ, വാഴ്ചകൾ, അധികാരങ്ങൾ, ഇതെല്ലാം കർത്താവാണ് സൃഷ്ടിച്ചത്. നമുക്കറിയാം എന്താണ് ഈ സിംഹാസനങ്ങളും കർത്തൃത്വങ്ങളും വാഴ്ചകളും അധികാരങ്ങളും. നമ്മൾ ബൈബിൾ പഠിക്കുമ്പോൾ ഈ ദൂതന്മാരോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഈ കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട്, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു, ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. ഇവിടെ വാഴ്ചകളും അധികാരങ്ങളും എന്ന് പറയുമ്പോൾ ദൂതന്മാരോടുള്ള ബന്ധത്തിലാണ്.
നമ്മൾ ഈ വാക്കുകൾ റോമർ 8:18 നമുക്ക് കാണാൻ സാധിക്കും. എഫേസ്യ ലേഖനത്തിലാണ് ഇത് 3 പ്രാവശ്യം കാണുന്നത്. നമ്മളത് വായിക്കുന്നില്ല, എങ്കിലും ആർക്കെങ്കിലും എഴുതിയെടുക്കണമെങ്കിൽ എഴുതിയെടുക്കാം. എഫേസ്യർ 1:21, റോമർ 8:18 നമ്മൾ കാണുന്നുണ്ട്. എഫേസ്യർ 1:21 കാണുന്നുണ്ട്. അതുപോലെ എഫേസ്യർ 3:10 കാണുന്നുണ്ട്. എഫേസ്യർ 6:12 കാണുന്നുണ്ട്. 1 പത്രോസ് 3:22 കാണുന്നുണ്ട്. ഈ ഭാഗങ്ങളെല്ലാം ഈ പ്രയോഗം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ക്രിസ്തു സൃഷ്ടിച്ചത് നിയന്ത്രിക്കുന്നു. മാത്രമല്ല വിവിധ ഭാഗത്തുള്ള ദൂതന്മാരെ കർത്താവ് ഇതിൽ വീണുപോയ ദൂതന്മാരുണ്ട്. കൊലീസിലെ ദുരദൃഷ്ടക്കന്മാർ ദൂതന്മാരെ ആരാധിക്കുന്നുണ്ട്. 2-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ആ കാര്യം അവിടെ പറയുന്നുണ്ട്. ദൂതന്മാരെ ആരാധിക്കുന്നതിലും എന്ന് പറയുന്നുണ്ട്. എന്നാൽ കർത്താവ് ദൂതന്മാരെ സൃഷ്ടിച്ചവനാണ്. അപ്പൊ ദൂതന്മാരെ ആരാധിക്കാനായിട്ട് പാടില്ല എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ കർത്താവ് സൃഷ്ടിച്ചു. എങ്ങനെയാണ് സൃഷ്ടിച്ചത്? കർത്താവിന് വേണ്ടിയാണ് എല്ലാം സൃഷ്ടിച്ചത്. കർത്താവിലൂടെയാണ് എല്ലാം സൃഷ്ടിച്ചത്. നമുക്കറിയാം, ഈ യവന തത്വചിന്തകന്മാരെ പഠിപ്പിച്ചിരുന്നത് സൃഷ്ടിക്കപ്പെട്ട എല്ലാത്തിനും ഒരു പ്രാഥമിക കാരണമുണ്ട്. സൃഷ്ടിക്കപ്പെട്ട എല്ലാത്തിനും ഒരു പ്രാഥമിക കാരണം, ഒരു പ്രൈമറി കോസ് ഉണ്ട്. രണ്ടാമത് ഒരു ഇൻസ്ട്രുമെന്റൽ കോസ് ഉണ്ട്, ഉപാധി കാരണമുണ്ട്. മൂന്നാമത് ഒരു ഫൈനൽ കോസ് ഉണ്ട്, അഥവാ ഒരു ലക്ഷ്യമുണ്ട്, ഒരു പർപ്പസ് ഉണ്ട്. അപ്പോൾ പൗലോസ് പറയുകയാണ്, ഇതെല്ലാം കർത്താവായ യേശുക്രിസ്തുവാണ് ഇതിന്റെ പ്ലാൻ ചെയ്ത, ഇതിന്റെ ആർക്കിടെക്ട് കർത്താവാണ് എന്ന് ഇവിടെ പൗലോസ് പറയുകയാണ്. എല്ലാ സൃഷ്ടിയുടെയും പ്രഥമ കാരണം ക്രിസ്തുവാണ് ഇതെല്ലാം പ്ലാൻ ചെയ്തതെന്ന് പൗലോസ് പറയുകയാണ്. മാത്രമല്ല ഇൻസ്ട്രുമെന്റൽ കോസ് എന്ന് പറയുമ്പോൾ അതിന്റെ പവറിനെ കുറിച്ചാണ്, ശക്തിയെക്കുറിച്ചാണ്, ബിൽഡിങ്ങിനെ കുറിച്ച്, പ്രവൃത്തിയെക്കുറിച്ചാണ്. പൗലോസ് പറയുകയാണ്, ക്രിസ്തുവിലൂടെയാണ് എല്ലാം നിർമ്മിച്ചത്. ക്രിസ്തുവാണ് ഇതിന്റെ ശക്തി കേന്ദ്രം. മാത്രമല്ല ഇതിന്റെ അന്തിമ കാരണം, ഫൈനൽ കോസ്, ലക്ഷ്യം ക്രിസ്തുവാണ്. അവന് വേണ്ടിയാണ് എല്ലാം സൃഷ്ടിച്ചത്. അപ്പോൾ സൃഷ്ടിയുടെ പ്ലാനിൽ നിന്ന് നടത്തിയത് കർത്താവാണ്. സൃഷ്ടിയുടെ ശക്തി പ്രയോഗിച്ചവയെ സൃഷ്ടിച്ചത് കർത്താവാണ്. ലക്ഷ്യം കർത്താവിന്റെ മഹത്വത്തിനായിട്ടാണ് ഇതെല്ലാം സൃഷ്ടിച്ചത്. അപ്പോൾ കർത്താവാണ് ഇതിന്റെ എല്ലാം സൃഷ്ടിച്ചത്. കർത്താവിന് വേണ്ടി എല്ലാം സൃഷ്ടിച്ചു. സാത്താനും വീണുപോയ ദൂതന്മാരും അല്ലാതെ യാതൊന്നും തിന്മയല്ല. നോസ്റ്റിക് ചിന്തയിൽ ദൈവത്തിന്റെ സൃഷ്ടിയെല്ലാം ബുദ്ധിശൂന്യമായിട്ടാണെന്നാണ് അവർ പറയുന്നത്. 2:23 വാക്യത്തിലേക്ക് വരുമ്പോൾ പൗലോസ് പറയുകയാണ്, അവർ പറയുന്നത് ഇതൊന്നും ഉപയോഗിക്കരുത്, പിടിക്കരുത്, രുചിക്കരുത്, തുടരുത് എന്നൊക്കെയാണ് അവർ പറയുന്നത്. എന്നാൽ പൗലോസ് പറയുകയാണ്, അത് ബുദ്ധിശൂന്യമാണ്. ദൈവത്തിന് ഉപയോഗിച്ചിരിക്കുന്നതെല്ലാം, ദൈവത്തിന്റെ സൃഷ്ടിയൊക്കെയും പാപം മൂലം ദ്രവത്വത്തിന് ദാസ്യത്തിലാണെങ്കിലും ദൈവമാ മഹത്വത്തിനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. വീണുപോയ ദൂതന്മാരും സാത്താനും അല്ലാതെ ബാക്കി എല്ലാത്തിനെയും നമുക്ക് ദൈവനാമ മഹത്വത്തിനായിട്ട് ഉപയോഗിക്കാം. നമ്മൾ 1 തീമോത്തിയോസ് 6:17 വരുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, ദൈവമക്കൾക്ക് സന്തോഷത്തോടെ സ്തോത്രത്തോടെ ഉപയോഗിക്കാം എന്ന് നമുക്കവിടെ കാണാൻ സാധിക്കും. അപ്പോൾ എല്ലാത്തിനെയും പ്ലാനും പർപ്പസ്, നമ്മുടെ ജീവിതത്തിൽ കർത്താവാണ് എല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത്. എല്ലാം അവിടുത്തെ മഹത്വത്തിനായിട്ട്, അവിടുത്തെ സൃഷ്ടാവാണ്. ആ നിലയിൽ അവിടുത്തെ സ്തുതിക്കുവാനും, അവിടുത്തെ സൃഷ്ടി എന്ന നിലയ്ക്ക് അവിടുത്തെ അനുസരിക്കുവാനും, അവിടുത്തെ കീഴ്പ്പെടുവാനും, അവിടുത്തെ ആജ്ഞ അനുസരിച്ച് മുന്നോട്ട് പോകുവാനുമായിട്ടുള്ളതായ വലിയ ഉത്തരവാദിത്വം ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. മാത്രമല്ല അടുത്തായിട്ട് പൗലോസ് പറയുന്നു, നോക്കിയേ, സൃഷ്ടാവാണ്. മാത്രമല്ല അവൻ മുഖാന്തരം അവനായിട്ട് സകലവും സൃഷ്ടിക്കപ്പെട്ടു. അവിടുത്തെ ലക്ഷ്യം, പ്രിയപ്പെട്ടവരെ, അവിടുത്തെ മഹത്വമാണ്. അതുകൊണ്ടാണ് റോമർ 1:31 പൗലോസ് പറയുന്നുണ്ടല്ലോ, തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട് ചെയ്യണം. കാരണം നമ്മളെ സൃഷ്ടിച്ചതും നമ്മളെ രക്ഷിച്ചതും എല്ലാം ദൈവത്തിന്റെ മഹത്വത്തിനായിട്ടാണ്. ഇതെല്ലാം അവിടുത്തെ മഹത്വം. നമ്മള് പൗലോസ് ദാവീദിന്റെ സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ടല്ലോ, ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവിടുത്തെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. എല്ലാം ദൈവത്തിന്റെ മഹത്വത്തെ വിളംബരം ചെയ്യുകയാണ്. അപ്പോൾ സൃഷ്ടാവെന്ന നിലയ്ക്ക് അവിടുത്തെ പൂർണ്ണനാണ്. സൃഷ്ടിയുടെ ഉദ്ദേശം
അവിടത്തേക്കാണ്. സൃഷ്ടിയുടെ പദ്ധതി തയ്യാറാക്കിയത് അവിടുന്നാണ്. സൃഷ്ടിയുടെ ശക്തി പ്രയോഗിച്ചത്, ശക്തിയുള്ള വചനത്താൽ അല്ലെ. നമ്മുടെ ദൈവം സൃഷ്ടിച്ചത് എല്ലാം എങ്ങനെയാണ് നാം 31 വായിക്കുന്നത്? അവിടുത്തെ വചനത്താൽ അവിടുന്ന് സൃഷ്ടിച്ചു എന്നാണ്. ആകാശം അവിടുത്തെ വചനത്താൽ, ഭൂമി അവിടുത്തെ വചനത്താൽ സൃഷ്ടിച്ചു. അതേ വചനത്തിന്റെ ശക്തിയാൽ നമ്മള് ഈ എബ്രായർ 1:3 വരുമ്പോൾ അവിടുത്തെ തന്റെ ശക്തിയുള്ള വചനത്താൽ സകലത്തെയും അവിടെ നിലനിർത്തുന്നു എന്ന് വായിക്കുന്നുണ്ട്. തന്റെ വചനത്താൽ എല്ലാം സൃഷ്ടിച്ചു എന്ന് മാത്രമല്ല, അതേ വചനത്തിന്റെ ശക്തിയാൽ നാം നിലനിർത്തുകയാണ്. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ അങ്ങനെ തന്നെയാണ്. നമ്മളെ ആ വചനത്താലാണ് വീണ്ടും ജനിപ്പിച്ചത്, പുതിയ സൃഷ്ടിയാക്കിയത്. അതേ വചനത്തിന്റെ ശക്തിയിലാണ് നമ്മളെ നിലനിർത്തുന്നത്. ആ വചനത്തിൽ നമ്മൾ ആശ്രയിക്കുമ്പോൾ, ആ വചനത്തിലുള്ള ദൈവത്തിന്റെ ശക്തിയിൽ പൗലോസ് പറയുന്നുണ്ട്, എന്റെ വചനമായിട്ട് മാത്രമല്ല, ശക്തിയോടെ, പരിശുദ്ധാത്മാവോടെ, ദൈവകൃപയോടെ, ആ ശക്തിയാണ് നമ്മുടെ ഈ ജീവിതം നിലനിർത്തുന്നത്. ആ ശക്തിയിൽ, ആ വചനത്തിലുള്ള ശക്തിയിൽ നമ്മൾ ആശ്രയിക്കണം. ആ വചനത്തിൽ നാം ബലപ്പെടണം, വചനത്താൽ നാം ശക്തീകരിക്കണം എന്നുള്ളതാണ്. ഇനി അടുത്തതായിട്ട് പൗലോസ് പറയുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് നോക്കിയേ. അവൻ സർവത്തിനും മുമ്പേ ഉള്ളവൻ, അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു. ഇതുപോലെ എന്താ അർത്ഥം? അവൻ സർവത്തിന് മുമ്പേ ഉള്ളവൻ എന്ന്. ഇത്രയും പറഞ്ഞതിന്റെ കാരണം എന്താണ്? രക്ഷിതാവെന്ന നിലയ്ക്ക്, സൃഷ്ടാവെന്ന നിലയ്ക്ക്, ഭരണാധികാരി എന്ന നിലയ്ക്ക് എന്തിനാണ് ഇതൊക്കെ പറയുന്നത് ചോദിച്ചാൽ പറയുകയാണ്, വിശ്വാസികൾ ഒരു കാര്യം മനസ്സിലാക്കണം. എന്ത് മനസ്സിലാക്കണം? കർത്താവ് ആരാണ്? അവിടെ സർവത്തിനും മുമ്പേ ഉള്ളവനാണ് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്ന് പറഞ്ഞാൽ സർവത്തിന്റെയും സുപ്രീം അതോറിറ്റി അവിടുന്നാണ്. ഒന്നാം സ്ഥാനക്കാരൻ അവിടെ. ഈ ലേഖനത്തിന് തന്നെ ഒരു പ്രത്യേകതയാണ്. ഹീസ് ബിഫോർ എവറിഥിങ്. യേശുക്രിസ്തുവിന്റെ പ്രീ എക്സിസ്റ്റൻസ്. അവിടുന്ന് മുമ്പേ ഉള്ളവനാണ്. അവിടുന്ന് സൃഷ്ടിച്ചവനല്ല, മുമ്പേ ഉള്ളവനാണ് എന്നുള്ളത് കാണുവാനായിട്ട് സാധിക്കുന്നു. നമ്മൾ ആദ്യം കണ്ടു ആദിയാദൻ എന്നുള്ള സൃഷ്ടാവെന്ന നിലയിൽ ഉന്നതനാണ്. അതുപോലെ തന്നെ ക്രിസ്തുവിനെ ആരാധിക്കണം, സ്നേഹിക്കണം. ക്രിസ്തുവിന്റെ ലക്ഷ്യങ്ങൾ നമ്മള് നിറവേറ്റണം. നമ്മളെയോട് സൃഷ്ടിച്ചിരിക്കുക. എന്തിനാണ്? തന്റെ സൃഷ്ടിയിൽ ആദ്യഫലമായിട്ട് നമ്മളെ സൃഷ്ടിച്ചിരിക്കുക. നമ്മളെ എഫേസ്യർ 2:10 വരുമ്പോൾ അവിടെ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. അവന്റെ കൈപ്പണിയായി നമ്മളെ സൽപ്രവൃത്തിക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിച്ചിരിക്കുകയാണ്. 2:8 അറിയാം, നമ്മളെ കൃപയാലെ അവിടുന്ന് രക്ഷിച്ചു, അല്ലെങ്കിൽ കൃപയാലെ നമ്മളെ സൃഷ്ടിച്ചു, പുതിയ സൃഷ്ടിയാക്കി. എന്നാൽ രക്ഷിച്ചത് കൃപയാലാണെങ്കിലും രക്ഷിച്ചതിന്റെ പിന്നിൽ, സൃഷ്ടിയുടെ പിന്നിലെ മറ്റു ഉദ്ദേശം നമുക്ക് എന്ത് ചെയ്യണം? കർത്താവിന്റെ സൽപ്രവൃത്തി കർത്താവിന് വേണ്ടി സൽപ്രവൃത്തി ചെയ്യണം. ക്രിസ്തു സൃഷ്ടിയുടെ ലക്ഷ്യമാണ്. അതുകൊണ്ട് കർത്താവിന്റെ മഹത്വത്തെ നമുക്ക് ഘോഷിക്കണം. ക്രിസ്തു എല്ലാറ്റിനും മുമ്പേ ഉള്ളവൻ. ജന്നത്തിൽ ജനിക്കുന്നതിന് മുമ്പേ അവനുണ്ട്. നമ്മൾ വായിക്കുന്നുണ്ടല്ലോ മീക 5:2, നീയോ ബേത്ലഹേം എഫ്രാത്തെ, യഹൂദാ സംവത്സരങ്ങളിൽ ചെറുതായിരുന്നാലും എന്റെ ജനത്തെ ഉദ്ധരിപ്പിക്കാൻ നിന്നിൽ നിന്ന് പുറപ്പെട്ടു. അവന്റെ ഉത്ഭവം മുമ്പേ ഉള്ളതും പുരാതനമായിരുന്നു. അവൻ എവർലാസ്റ്റിംഗ് ആണെന്ന് അവിടെ പറയുന്നത്, നിത്യനാണെന്നാണ് അവിടെ പറയുന്നത്. അപ്പൊ എല്ലാറ്റിനും മുമ്പേ ഉള്ളവനാണ് കർത്താവ്. സൃഷ്ടിയേക്കാൾ ഉന്നതൻ, എല്ലാത്തിനെയും സൃഷ്ടിച്ചവൻ എന്ന നിലയ്ക്ക് സൃഷ്ടിക്കും മുമ്പനാണ്. സഭയോടുള്ള ബന്ധത്തിൽ സഭയുടെയും മുമ്പനാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ യേശു ക്രിസ്തു എല്ലാറ്റും മുമ്പുള്ള ഒരു സ്ഥാനം കൊടുക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഏത് സ്ഥാനമാണ് കർത്താവിന് കൊടുക്കുന്നത്? എല്ലാം കഴിഞ്ഞിട്ട് ഒരു സ്ഥാനമാണോ? അതോ മുമ്പൻ ഒന്നാം സ്ഥാനം കർത്താവിന് കൊടുക്കുന്നുണ്ടോ? ഒന്നാം സ്ഥാനം കൊടുത്തില്ലെങ്കിൽ മറ്റൊരു സ്ഥാനം കൊടുത്താൽ അത് സ്വീകരിക്കുമോ? നമുക്കറിയാം, ഇന്ത്യയുടെ പ്രധാനമന്ത്രി നമ്മുടെ ഒരു മീറ്റിങ്ങിന് കടന്നു വരുമ്പോൾ, അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രസിഡന്റ് വരുമ്പോൾ അദ്ദേഹം കൊടുക്കേണ്ട സ്ഥാനം ഒന്നാം സ്ഥാനമാണ്. അവരെ പിടിച്ചു പുറകെ കൊണ്ട് ഇരുത്തി അവരിരിക്കത്തില്ല. കാരണം അവര് ആ ഒന്നാം സ്ഥാനത്തിന് യോഗ്യനാണ്, അവരവിടെ ഇരുത്തണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമയത്തിന്റെ കാര്യത്തിൽ നമുക്ക് ഒന്നാം സ്ഥാനം കർത്താവിന് കൊടുക്കാൻ കഴിയുന്നുണ്ടോ? നമ്മുടെ പണത്തിന്റെ കാര്യത്തിൽ നമുക്ക് ഒന്നാം സ്ഥാനം കർത്താവിന് കൊടുക്കാൻ കഴിയുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിനാണോ ഒന്നാം സ്ഥാനം? നമ്മുടെ ജോലിക്കാണോ ഒന്നാം സ്ഥാനം? അതോ നമ്മുടെ പഠനത്തിലാണോ ഒന്നാം സ്ഥാനം? അനേകരും നമുക്കറിയാം ഞായറാഴ്ച ആരാധനയൊക്കെ മുടക്കി മറ്റു പല കാര്യങ്ങൾക്ക് പോകാറുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒന്നാം സ്ഥാനം കർത്താവിനായിരിക്കണം. ആ പ്രൈമറി നമുക്കറിയാം, റൈറ്റ് ബ്രദേഴ്സിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുള്ളല്ലോ. ആ റൈറ്റ് ബ്രദേഴ്സിനെ കാണാൻ എനിക്ക് വന്ന സ്പെയിനിലെ രാജാവോ ഈ റൈറ്റ് ബ്രദേഴ്സ്
വിമാനം ഉണ്ടാക്കിയത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ ആ വിമാനം പറത്താൻ സ്പെയിനിലെയോ പോർട്ടുഗീസിലെയോ എവിടത്തെയോ രാജാവ് വന്നപ്പോൾ ഞായറാഴ്ചയാവുന്നു. അപ്പം പറഞ്ഞു, ഞായറാഴ്ച റൈറ്റ് ബ്രദേഴ്സ് വിമാനം പറത്തത്തില്ല, കാരണം സൺഡേ ഈസ് ഫോർ വർഷിപ്പ്, ദൈവത്തിന് വേണ്ടി ഉള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്രത്തോളം കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കൊടുക്കുന്നുണ്ട്, അവനെ നമ്മൾ എത്രത്തോളം മുമ്പനായിട്ട് കാണുന്നുണ്ട് എന്നുള്ളത് ഈ പഠനത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വസ്തുതയാണ്. അതോ നമ്മുടെ എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഒരു സ്ഥാനം ഉണ്ടെങ്കിൽ, അല്ലെ, പണ്ടാണ്ട് പ്രാർത്ഥിച്ച പോലെ കർത്താവ് ഇവരെയൊക്കെ അനുഗ്രഹിച്ചതിന് ശേഷം എന്നൊക്കെ സമയമുണ്ടെങ്കിൽ മറ്റുള്ളവരുടെയും കൂടെ അനുഗ്രഹിക്കണം എന്ന് പറയുന്ന ഒരു രീതിയാണോ നമുക്കുള്ളതോ നമ്മുടെ ജീവിതത്തിൽ കർത്താവിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കുന്നുണ്ടോ? അവിടുന്ന് എപ്പോഴും മുൻപനാണ്, അവിടുന്ന് ഒന്നാം സ്ഥാനക്കാരനാണ്. ഈ ലോകത്ത് നമുക്കറിയാം, ലോകത്തിൽ ജനിച്ചവരിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് കർത്താവ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. യഹൂദന്മാരെ കുറിച്ച് നമ്മൾ ചിന്തിച്ച യഹൂദന്മാരിൽ അനേക ആളുകള്, വലിയ ആളുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കാറൽ മാക്സും അതുപോലെ നമുക്കറിയാം ഈ മറ്റനേക ആളുകൾ, പല ആളുകളും വലിയ പണ്ഡിതൻ, വലിയ ലോകപ്രസിദ്ധരായ ചാൾസ് ഡാർവിനും അതുപോലെ കാറൽ മാക്സും അതുപോലെയൊക്കെയുള്ള അനേക യഹൂദന്മാര് ലോകത്തുണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന, ലോകത്ത് ഏറ്റവും സ്വാധീനിച്ച നമ്മുടെ കർത്താവാണ്. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കൊടുക്കണം എന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട ചിന്ത ഈ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പരിശോധിക്കുവാനും നമ്മുടെ കുറവുകളെ കാണുവാനും, ഏതൊക്കെ മേഖലകളിലാണ് നമ്മുടെ കുടുംബ ജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിൽ, സാമൂഹിക ജീവിതത്തിൽ, സഭാജീവിതത്തിൽ, സഭയിലൊക്കെ ഒന്നാം സ്ഥാനം കർത്താവിനായിരിക്കണം എന്നുള്ളത് നമുക്കിവിടെ ഒന്ന് കാണുവാൻ സാധിക്കും. അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് ക്രിസ്തു എല്ലാത്തിനും ആധാരമായിരിക്കുന്നു. അവൻ സർവത്തിനും ആധാരമായിരിക്കുന്നു. അല്ലെ, നമുക്കറിയാം നമ്മളൊരു വീട്ടിൽ താമസിക്കുന്നു എന്നുള്ളതുകൊണ്ടല്ല അത് നമ്മുടെ പേരിലുള്ളത്. ഞാൻ ഈ വീട്ടിൽ താമസിക്കുന്നു, അതുകൊണ്ട് ഈ വീട് എന്റേതാണെന്ന് നിർബന്ധമില്ല. ഇപ്പൊ എന്റെ അല്ല, എന്റെ പേരിലല്ല ഇത് കിടക്കുന്ന, മരിച്ചുപോയ പിതാവിന്റെ പേരിൽ ഇതുവരെയും ഇങ്ങോട്ട് മാറ്റാൻ പറ്റിയില്ല. അങ്ങനെയുള്ള ക്രമങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം എന്താ, ആരുടെ പേരിലാണ്, ആരുടെ പേരിലാണോ ആ വ്യക്തിക്കാണ് അതിന്റെ അധികാരം. ഇവിടെ പൗലോസ് പറയുകയാണ്, ആധാരം കർത്താവാണ്. കർത്താവുള്ളത് കൊണ്ട് നമുക്ക് നിലനിൽക്കാനായിട്ട് കഴിയുന്നത്. ക്രിസ്തു എല്ലാത്തിന്റെ ആധാരമാണ്. ഇതുകൊണ്ട് എന്റെ അർത്ഥം, ഹി ഹോൾഡ്സ് എവറിത്തിങ് ടുഗദർ. എല്ലാത്തിനെയും ഒരുമിച്ച് നിർത്തുന്നത് കർത്താവാണ്. പ്രിയപ്പെട്ടവരെ, ഒരുമിച്ച് നിർത്തുന്നത് അവിടുന്നാണ്. ഒരു ലാബറട്ടറിയിൽ ഒരു കൂട്ടം ആളുകൾ സന്ദർശിക്കാൻ ചെന്നു. ഒരു ലാബറട്ടറിയിൽ ഒരു കൂട്ടം ആളുകൾ സന്ദർശിക്കാൻ ചെന്നു. അപ്പോൾ ലാബറട്ടറിയിലെ ഗൈഡ് അവിടെ ഈ ആറ്റത്തിൽ എങ്ങനെയാണ് ഈ വസ്തുക്കൾ, അണുക്കൾ, ആറ്റത്തിൽ എങ്ങനെയാണ് അണുക്കൾ ഇങ്ങനെ വസ്തുക്കളിൽ വേഗത്തിൽ സഞ്ചരിക്കുന്നതെന്ന് കാണിച്ചു കൊടുത്തു. അപ്പോൾ ഇങ്ങനെ വളരെ വേഗത്തിൽ, നമുക്കറിയാം പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ എന്നൊക്കെ പറയുന്ന ഘടകങ്ങൾ ഇങ്ങനെ ആറ്റത്തിൽ ഇങ്ങനെ വളരെ വേഗത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഇതിനെ ആരാണ് ഒരുമിച്ച് നിർത്തുന്നത്? അപ്പൊ അതിനുശേഷം ഇതെല്ലാം കാണിച്ചു കൊടുത്തതിന് ശേഷം അവിടെ ഒരു ചെറിയ മീറ്റിംഗും ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അപ്പം ഇതിന്റെ ഒരാൾ ചോദിച്ചു, ഇത്ര വേഗത്തിൽ ഇതൊക്കെ സഞ്ചരിക്കുന്നല്ലോ, പക്ഷെ ഇതിനെ ആരാണ് ഒരുമിച്ച് നിർത്തുന്നതെന്ന് ചോദിച്ചപ്പോൾ ആ ഗൈഡിന് ഉത്തരമില്ല. എന്നാൽ ഇവിടെ നമുക്ക് ഉത്തരവുണ്ട്. നമ്മുടെ കർത്താവാണ് എല്ലാത്തിനും ഒരുമിച്ച് നിർത്തുന്നത്. ഈ അണുക്കളെയും സകലത്തെയും ക്രിസ്തുവാണ് ഒരുമിച്ച് നിർത്തുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ഇത് നമുക്ക് വലിയൊരു ആശ്വാസം നൽകുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലെ മുന്നോട്ട് നോക്കുമ്പോൾ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ഒരുമിച്ച് പോവുക എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ആശങ്ക വേണ്ട, ആകുലപ്പെടേണ്ട. കർത്താവ് എല്ലാത്തിനെയും ഒരുമിച്ച് നിർത്തുന്നവനായിട്ട് ഉണ്ട്. അവിടെ നല്ല ഒരുമിച്ച് നിർത്താൻ ശക്തൻ. അവിടെ ആശ്രയിച്ചാൽ മതി. അവിടുന്ന് ഒരുമിച്ച് നിർത്തുന്നവനാണ്. മാത്രമല്ല, നമുക്ക് അവനോട് പ്രാർത്ഥിക്കാനായിട്ട് കഴിയും. കർത്താവേ, എന്റെ ജീവിതത്തിലെ കാര്യങ്ങളെല്ലാം അവിടുന്ന് ക്രമപ്പെടുത്തി നിർത്തണമേ. എല്ലാം നമുക്കറിയാം, സൂര്യനെയും ചന്ദ്രനെയും അവിടുന്ന് സന്ധ്യാക്രമത്തിൽ പുറപ്പെടുവിക്കുന്നവൻ, എല്ലാത്തിനെയും അതിന്റെ വെച്ചിരിക്കുന്ന പാതയിലൂടെ നടത്തുന്ന, എല്ലാത്തിനെയും ക്രമീകരിച്ചിരിക്കുന്നവൻ. കർത്താവേ, എന്റെ ജീവിതത്തെ ക്രമീകരിക്കണമേ, എന്റെ ജീവിതത്തിന്റെ അവിടുന്ന് ഒരുമിച്ച് എല്ലാ കാര്യങ്ങളും നിർത്തണമേ എന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് അവിടുന്ന് ക്രമീകരിക്കുന്നവനാണ്. മാത്രമല്ല, നമുക്ക് അവനോട് നന്ദി ഉണ്ടായിരിക്കണം. കർത്താവേ, എന്റെ കഴിവുകൊണ്ടോ എന്റെ ബുദ്ധി കൊണ്ടോ എന്റെ പണം കൊണ്ടോ എന്റെ മിടുക്കൊണ്ടോ ഒന്നുമല്ല എന്റെ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കപ്പെടുന്നത്. അവിടുന്ന് ഒരുമിച്ച് നിർത്തുന്നതുകൊണ്ടാ, അവിടുന്ന് കാര്യങ്ങളെ നിയന്ത്രിക്കുന്നതുകൊണ്ടാ, അവിടുന്ന് എല്ലാത്തിനും മേലും അധികാരിയായിട്ട് നിൽക്കുന്നതുകൊണ്ടാ ഇതൊക്കെ ക്രമീകരിക്കപ്പെടുന്നതെന്നോർത്ത് ദൈവത്തോട് നമുക്ക് നന്ദിയുള്ളവരായിരിക്കണം എന്നുള്ളത് നമുക്കിവിടെ നിന്ന് പഠിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട പാഠമാണ്. അപ്പോൾ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ക്രമീകരണങ്ങൾ വരുത്താനുണ്ടെങ്കിൽ, എവിടെയെങ്കിലുമൊക്കെ ഒന്നിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടെങ്കിൽ കർത്താവിനോട് പറഞ്ഞാൽ മതി. കർത്താവെ, അവിടുന്ന് എല്ലാത്തിനെയും ഒരുമിച്ച് നിർത്തുന്നവനാ, അവിടുന്ന് സഹായിക്കണമേ, എന്നെ ഒരുമിച്ച് നിർത്തണ. ഈ പ്രപഞ്ചത്തെ മുഴുവൻ ദ്രവ്യത്തെയും സ്പേസിനെയും മാറ്ററിനെയും
ടൈമിനെ എനർജി എല്ലാം ഒരുമിച്ച് നിർത്തുന്ന അവിടുന്നാണ്, അല്ലെ? ഈ ഭൂമിയെ എല്ലാത്തിനെയും ക്രമീകരിച്ചിരിക്കുന്നതാണ്. ഭൂമിയിൽ നമുക്ക് അറിയാം, നമുക്ക് ഈ ഭൂമിക്ക് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിരിക്കുകയാണ്. ഇവിടെ നമുക്ക് ആവശ്യമായ ഓക്സിജൻ, ഹൈഡ്രജൻ, കാർബൺ ഡയോക്സൈഡ്, ഈ ഗ്രാവിറ്റേഷൻ, ഭൂഗുരുത്വാകർഷണം, അങ്ങനെ ഈ ഭൂമിയെ കൃത്യമായിട്ട് ഈ സൂര്യൻ അകലത്ത് നിർത്തിയിരിക്കുക. അതുപോലെ ഭൂമിയുടെ ആ ഭ്രമണം ഇതെല്ലാം ക്രമീകരിച്ചിരിക്കുക. അതിനെല്ലാം കൃത്യമായ 21 ഡിഗ്രി ചെരിവിൽ നിർത്തിയിരിക്കുക. എന്തിനാണ്? എല്ലാം ക്രമീകരിച്ചിരിക്കുകയാണ്, എല്ലാം ഒരുമിച്ച് നിർത്തിയിരിക്കുക. എത്ര അത്ഭുതകരമായിട്ടാണ് കർത്താവ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതിനെല്ലാം വഹിക്കുന്ന കർത്താവ് നമുക്കുണ്ട്. ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകട്ടെ, നമ്മുടെ സമയം തീരാനായല്ലോ. അടുത്തതായിട്ട് ക്രിസ്തു ആരാണ്? അവിടെ സൃഷ്ടിയോടുള്ള ബന്ധത്തിലും സർവത്തെ സൃഷ്ടിച്ചവനും എല്ലാത്തിനും മുമ്പേ ഉള്ളവനാണ്, എല്ലാത്തിനും മഹത്വത്തിന് യോഗ്യനാണ്, എല്ലാത്തിനും ഒരുമിച്ച് നിർത്തുന്നവനാണ്. അവസാനമായിട്ട് നമ്മളിവിടെ കാണുന്നത് സഭയോടുള്ള ബന്ധത്തിലാണ്. സഭയോടുള്ള ബന്ധത്തിൽ ആരാണ്? അവിടുന്ന് സഭയുടെ തലയാണ്. യേശു ക്രിസ്തു സഭയുടെ മഹത്വമാണ്. സുപ്രീം റൂളർ എന്നാണ്. സഭയുടെ സുപ്രീം റൂളർ കർത്താവ്, സഭയുടെ കേന്ദ്രം കർത്താവ്, അല്ലെ? നമ്മളോട് ചോദിക്കാറുണ്ട്, സഭയുടെ കേന്ദ്രം എവിടെയാ? നമ്മുടെ കേന്ദ്രം സ്വർഗത്തിലാണ്. നമ്മുടെ കേന്ദ്രം റോമിലല്ല, നമ്മുടെ കേന്ദ്രം കോട്ടയത്തല്ല, നമ്മുടെ കേന്ദ്രം കുമ്പനാടല്ല, നമ്മുടെ കേന്ദ്രം സ്വർഗത്തിലാണ്. കാരണം ഹീസ് ദ ഹെഡ് ഓഫ് ദ ചർച്ച്. അവിടുന്നാണ് നമ്മുടെ കേന്ദ്രം. അതോടൊത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അവിടുന്നാണ് സഭയുടെ സുപ്രീം റൂൾ. ഈ സഭയുടെ മഹത്വം എന്താണ്? ഈ സഭയുടെ മഹത്വം നമുക്കറിയാം. ലോകത്തിലെ ഇത് വായിച്ച പോലാണ് എഴുതിയിരിക്കുന്ന, ലോകത്തിൽ അനേക വലിയ വലിയ സംഘടനകളുണ്ട്, അല്ലെ? UN രക്ഷാ സമിതി, UN ജനറൽ കൗൺസിൽ, ഇങ്ങനെ പല വലിയ വലിയ ഓർഗനൈസേഷൻസ് ഉണ്ട്, ലോകത്തിലെ നേതാക്കന്മാരെ കൂടുന്ന. എന്നാൽ ദൈവത്തിന് മുമ്പാകെ ഏറ്റവും വലിയ സമിതി, ഏറ്റവും വലിയ കൂട്ടം എന്നുള്ള ഏറ്റവും വലിയ ഗ്യാതറിംഗ് ദൈവത്തിലെ സഭയാണ്. ദൈവത്തിന്റെ സഭയാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഗ്യാതറിംഗ്, ഏറ്റവും ശ്രേഷ്ഠമായ ഗ്യാതറിംഗ്. അതിന്റെ കാരണം എന്താണെന്നറിയാമോ? അതിന്റെ ഹെഡിന്റെ മാന്യതയാണ്, അതിന്റെ ഹെഡിന്റെ മഹത്വമാണ്. കർത്താവ് അതിന്റെ തലയായിരിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. ആ കർത്താവ് തലയായിരിക്കുന്ന സഭയുടെ അംഗങ്ങളായി തീരുവാൻ കഴിഞ്ഞിട്ട് എത്രയോ വലിയ ഭാഗ്യമാണ്, എത്രയോ വലിയ ശ്രേഷ്ഠ. മരിച്ചവൻ ഉയർത്തുന്നേറ്റവൻ, ഇന്ന് സഭയുടെ തലയായിരിക്കുന്നവൻ, ആ കർത്താവിന്റെ അംഗമായി തീരുവാൻ ഇടയായി തീർന്നല്ലോ. തല എന്ന് പറയുമ്പോൾ കർത്താവിനെ ഒരു വിശ്വാസിയും ആ സഭയുടെ അംഗമാണ്. സഭയുടെ നിയന്ത്രണം കർത്താവാണ്, സഭയുടെ നേതൃത്വം കർത്താവാണ്. ശരീരത്തിന്റെ സഭയുടെ എല്ലാ കാര്യങ്ങളും അതിന്റെ ബ്രെയിൻ നമുക്കറിയാം. സഭയുടെ ജീവന്റെ ഉറവിടം. ഒരു ശരീരത്തിന് ജീവനില്ലെങ്കിൽ അതിന് പിന്നെ നിലനിൽപ്പാൻ കഴിയത്തില്ല. തലയില്ലെങ്കിൽ നിലനിൽക്കാൻ കഴിയത്തില്ല. അപ്പൊ തലയാണ് ശരീരത്തെ നിയന്ത്രിക്കുന്നതും നയിക്കുന്നതും നടത്തുന്നതും. നമ്മുടെ സഭകളെ നടത്തേണ്ടതും ഉയർത്തേണ്ടത് സഭയുടെ ഉത്തരവാദിത്വം. ആ സഭയുടെ തലയാകുന്ന കർത്താവിനെ ഉയർത്തുക. ആ തലയാകുന്ന കർത്താവിൽ നിന്ന് നിർദ്ദേശങ്ങൾ പ്രാപിച്ച് സഭ മുന്നോട്ട് പോവുക, സഭ നടത്തപ്പെടുക. അപ്പോൾ സഭയെ ദൈവത്തെ മഹത്വപ്പെടുത്തും, സഭയെ ഉയർത്തും. തലയെ ഉയർത്തുക എന്നുള്ളതാണ് സഭയുടെ ഉത്തരവാദിത്വം. സഭയെ ഉയർത്തുവാനല്ല, തലയെ ഉയർത്തുവാനാണ്. തലയെ ഉയർത്തുമ്പോൾ, തല മഹത്വപ്പെടുമ്പോൾ സഭയ്ക്കും അതിന്റെ ഫലം ലഭിക്കും എന്നുള്ളതാണ്. സഭയിലൂടെ കർത്താവാണ് പ്രവർത്തിക്കുന്നത്. സഭയുടെ ആശ്രയം കർത്താവാണ്. സഭയിൽ കർത്താവ് പ്രവർത്തിക്കുന്നു. കർത്താവിന് വേണ്ടി സഭ പ്രവർത്തിക്കുന്നു. സഭയ്ക്ക് ആവശ്യമായ കൃപാവരങ്ങൾ നൽകുന്നു. സഭയ്ക്ക് ആവശ്യമായ കൃപാവരമുള്ള വ്യക്തികളെ നൽകുന്നു, അല്ലേ? കർത്താവ് വചനത്താൽ സഭയെ ശുദ്ധീകരിക്കുന്നു, പോറ്റി പുലർത്തുന്നു. അവൻ അവളെ വചനമാകുന്ന വെള്ളത്താൽ കഴുകി ശുദ്ധയും നിഷ്കളങ്കയുമായി തനയ്ക്കായി തേജസ് നിർത്തേണ്ടതിന് അവൻ അവൾക്ക് വേണ്ടി തന്നെത്താൽ ഏൽപ്പിച്ചു കൊടുത്തു. നമ്മള് എഫേസ്യർ 5 പൗലോസ് പറയുന്നുണ്ടല്ലോ. എത്ര വലിയ കാര്യമാണ്. സഭയ്ക്ക് വേണ്ടി കർത്താവ് സഭയെ ശുദ്ധീകരിക്കുന്നു. സഭ ക്രിസ്തുവിലാണ് ആരംഭിച്ചത്. ആദാമിൽ ഹവ്വയുണ്ടായിരുന്നത് പോലെ ക്രിസ്തുവിലാണ് സഭയുണ്ടായിരുന്നത്. അങ്ങനെ കർത്താവ് സഭയുടെ തലയാണ്. ആ തലയെ ഉയർത്തുവാൻ, ആ തലയെ മഹത്വപ്പെടുത്തുവാൻ, ആ തലയിലേക്ക് വളരുവാൻ, ക്രിസ്തു എന്ന തലയോളം സകലത്തിന് വളരുവാൻ നമുക്ക് കഴിയണം. ക്രിസ്തുവാണ് നമ്മുടെ ലക്ഷ്യം. ക്രിസ്തുവാണ് നമ്മുടെ എല്ലാം. അവൻ സർവത്തിലും സർവനാകേണ്ടത്. നമ്മളിവിടെ ഈ 2-ാമത്തെ ഞാനത് വായിച്ച് അവസാനിപ്പിക്കാം. അവൻ എല്ലാറ്റിലും എല്ലാം ആകേണ്ടതിന്, അല്ലെ? അങ്ങനെയാണ് നാം വായിക്കുന്നത്. ക്രിസ്തു നമ്മൾക്ക് സകലത്തിലും സകലവുമായി തീരുവാൻ ഇടയായി തീരട്ടെ. അങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. അവനായി ക്രിസ്തു എല്ലാമായി തീരുവാൻ ഇടയായി തീരുക എന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യം എന്നുള്ളത് നമുക്കിവിടെ ചിന്തിക്കുവാനായിട്ട് സാധിക്കും.
പ്രിയ ദൈവമക്കളെ, ഈ നല്ല കർത്താവിനെ ഉയർത്തിക്കൊണ്ട് ഈ സഭയ്ക്ക് തലയാവുന്ന കർത്താവിനെ ഉയർത്തിക്കൊണ്ട് ആ പൂർണ്ണതയിലേക്ക് വളരുവാൻ ഈ ചിന്തകൾ നമ്മളെ ബലപ്പെടുത്തട്ടെ. നമുക്ക് ഏറ്റവും വലിയ പൂർണ്ണതയാണ് ലഭിച്ചിരിക്കുന്നത്. നമ്മുടെ കർത്താവ് എത്ര പൂർണ്ണനാണ്, എത്ര മഹത്വവാനാണ്. ആ മഹത്വവാനെ വേണ്ടി ജീവിക്കാം. അവന്റെ വലിയ നാമം ഇന്ന് വന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ.